പക്ഷെ നമുക്കെല്ലാം ഒരു ദിവസം വരും. സാധാരണ പോലെയായിരിക്കും നമ്മൾ അന്ന് ഉണർന്നെഴുന്നേൽക്കുക. പക്ഷെ ആ ദിവസത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിവിൻ്റെ ഒരു സൂര്യൻ ഉദിക്കും നമുക്ക് മുന്നിൽ. രാമൻ്റെ മനുഷ്യാവതാരം രാജാവാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. രാജാവായിട്ടാണ് നിൽക്കുന്നത്. പ്രജാക്ഷേമ തൽപരനായ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഈ ശ്രീരാമൻ്റെ ജന്മം എന്ന് പറയുന്നത് ഒരാളുടെ കർമ്മത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സമയം മകനായിരിക്കുമ്പോൾ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്, രാജാവായിരിക്കുമ്പോൾ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്, സർവ്വതും ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ കഴിയുമ്പോൾ എന്താണ് കർമ്മം, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നതാണ്. സാഹചര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായി വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വെറുതെയെങ്കിലും അനാവശ്യമായ തീരുമാനങ്ങൾ എടുത്താൽ, വാശിപ്പുറത്ത് പലതും കാണിച്ചാൽ അത് അടുത്ത ജനറേഷനെ ബാധിക്കും എന്നുള്ളതാണ് കൈകയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വർദ്ധിത വീര്യം, അതായത് വർദ്ധിത അനുഭവ ഗുണം. ഒരു വൃദ്ധന് മാത്രമേ അനുഭവ ഗുണം കൂടുതലുണ്ടാവുള്ളൂ. നമ്മൾ പറയില്ലേ, കൂടുതൽ ഓണം ഉണ്ടിട്ടുണ്ട് ഞാൻ, നമ്മൾ പറയില്ലേ നിന്നേക്കാൾ ഓണം ഞാൻ ഉണ്ടിട്ടുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഈ വർദ്ധിത അനുഭവ ഗുണം എങ്ങനെ ഉണ്ടാവണം നമുക്ക്? കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വങ്ങൾ ഇവിടെ വരികയും അവരുടെ വാഗ്ധോരണികൾ കൊണ്ട് നമ്മളെ സമ്പുഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ, ഇന്നു മുതലുള്ള വരും ദിവസങ്ങളിൽ അറിയപ്പെടുന്ന മഹത് വ്യക്തികളാണ് ഇവിടെ വരുന്നതും നമ്മളോട് സംവദിക്കുന്നതും. ഇന്ന് ഈ ആദ്യ ദിവസം ഇവിടെ പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കേവർക്കും പരിചിതയായ ഏറ്റവും ബഹുമാനിയായ ശ്രീമതി മോചിത മോക്ഷ അവർകളാണ്. അവരെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സാക്ഷാൽ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആണ് അവർ വരുന്നത്. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. ഭഗവത് കടാക്ഷം ധാരാളമുള്ള ഒരു വ്യക്തിയാണ് അവർ. അമൃത ടി വിയിലെ ഉദയഭാരതം പരിപാടിയിലൂടെയാണ് അവരെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. ഒരു സാധാരണ നമ്പൂതിരി കുടുംബത്തിൽ പിറന്ന അവർ ആധ്യാത്മിക രംഗത്ത് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അനുഭവമാണ് ആ ഉദയഭാരതം പരിപാടിയിലൂടെ നമ്മൾ അറിഞ്ഞതും കണ്ടതും കേട്ടതും. ഇന്ത്യയിലെ അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങൾ മുതൽ നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ ക്ഷേത്രങ്ങൾ വരെ സന്ദർശിച്ച് ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അവിടുത്തെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമ്മോട് പറഞ്ഞു തരുന്ന മോചിത മോക്ഷാസ് ജേണി എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മളൊക്കെ ദിവസവും കാണുന്നതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അവരെ ഈ രാഘവീയം പ്രഭാഷണ പരമ്പരയുടെ സംഘാടകർക്ക് വേണ്ടി ആദ്യമേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചാത്തമ്പത്ത് മോഹനൻ നായർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ പരമേശ്വരൻ നായരുടെ കാലശേഷം ഈ ക്ഷേത്രത്തിലെ ഉത്സവ കാര്യങ്ങളും മറ്റ് ദൈനംദിന പരിപാടികളിലുമൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന മോഹനേട്ടനെ നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നു മുതൽ ഇവിടെ രാമായണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി താരാദേവി ടീച്ചർ എൻ്റെ മുന്നിലുണ്ട്. താരാദേവി ടീച്ചർക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. കാരണം ശ്രീ കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലും ഭദ്രാംകുളങ്ങര ക്ഷേത്രത്തിലും ഒരുപോലെ ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ട്. നമ്മളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള 2 സഹോദരിമാരായ ഭഗവതിമാരാണ് അവർ. ജ്യേഷ്ഠ സഹോദരിയായ ഭദ്രാംകുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിൽ രാമായണം വായിച്ചാണ് ഇവിടെ കണ്ടകുറുമ്പക്കാവമ്മയുടെ തിരുസന്നിധിയിൽ അവർ രാമായണം വായിക്കാനെത്തുന്നത്. ഇന്നു മുതൽ അവരുടെ രാമായണ പാരായണം വൈകുന്നേരത്തെ ഇവിടെയുണ്ട്. ഇവിടെ സന്നിധിയായിട്ടുള്ള താരാദേവി ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണത്തിനായി ശ്രീമതി മോചിത മോക്ഷ അവർകളെ സ്വാഗതം ക്ഷണിക്കുന്നു. നമസ്തേ എല്ലാവർക്കും. നമസ്തേ സർ. നമസ്തേ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികളെയാണ് ഏറ്റവും ആദ്യം ഒന്ന് അഭിനന്ദിച്ചുകൊള്ളട്ടെ. കാരണം എന്ന് വെച്ചാൽ കഥരാഘവീയം എന്ന പേര് 1. 2, ഈ പ്രഭാഷണ പരമ്പരയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ
ഓരോ ജീവിതത്തിൻ്റെയും വ്യത്യസ്തമായ മേഖലകളിൽ നിൽക്കുന്നവരും ആ മേഖലകളിൽ നിന്നുകൊണ്ട് ആത്മീയമായ ചൈതന്യത്തെ അറിഞ്ഞവരുമാണ്. അപ്പോൾ ഓരോരുത്തരും രാമായണത്തെ പറയുന്നത് ഓരോ രീതിയിലായിരിക്കും, അവരവരുടെ അനുഭവങ്ങളിൽ നിന്നിട്ടായിരിക്കും പറയാം. അപ്പോൾ അത്തരത്തിലൊരു രാമായണ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നതിന്, അതിന് തുടർച്ചയായിട്ട് 5 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കുകയാണ്. ഒരു ക്ഷേത്രം അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ്. കാരണം രാമായണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ നമ്മൾ അറിയണം. രാമായണത്തെ ഒരു പാരായണം ചെയ്യുക മാത്രമല്ല, പാരായണം ചെയ്യണം നിർബന്ധമായിട്ടും, പാരായണം ചെയ്യുകയും അതിലെ കഥാംശങ്ങളെ അറിയുകയും മാത്രമല്ല, അത് അപ്ലൈ ചെയ്യണം, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് പ്രയോഗിക്കണം. അപ്പോഴാണത് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ ഓരോ തരത്തിലും ജീവിതത്തെ വ്യത്യസ്തമായി, രാമായണത്തെ വ്യത്യസ്തമായി കണ്ട നിരവധി പേർ ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളത് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് തോന്നി. അതിൽ തുടക്കക്കാരിയാകാനാകുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിന് ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും നന്ദി പറയണു. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ക്ഷേത്രഭൂമിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, തോൽപ്പാവ കൂത്തുകളിലൂടെ രാമായണത്തെ അറിഞ്ഞ ഒരു തലമുറയോളം അറിഞ്ഞവരാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. രാമായണത്തെ അത്ര നന്നായി കണ്ടറിഞ്ഞവർ, നിഴൽ നാടകങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ രൂപങ്ങളിലൂടെ നിങ്ങൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാവരെയും. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കാണ് ഏറ്റവും ഒരു നന്ദി പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ പൊന്നാനി ഇപ്പോൾ ഇവിടേക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, എത്ര പേരുണ്ടാവും എന്നറിയില്ല കേൾക്കാൻ. സാധാരണ പ്രഭാഷണം അതല്ലെങ്കിൽ സപ്താഹമൊക്കെ നടത്തുമ്പോൾ ആരും അങ്ങനെ അധികം ഉണ്ടാവൽ പതിവില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരികയാണ്, ചിലപ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും ആരെയും കാത്തിരിക്കുന്നത് മുഷിപ്പിക്കുന്നത് പാടില്ലല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്, ശ്രദ്ധാപൂർവം കേൾക്കാൻ. അത് ഏത് മഴയത്തായാലും എത്ര ദൂരത്തു നിന്നായാലും നിങ്ങളിവിടേക്ക് വന്നുവല്ലോ, അതുതന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന്, ആത്മീയമായ ചൈതന്യത്തിന് നമുക്ക് വേണ്ടുന്നത് ഇത് തന്നെയാണ്. ആദ്യം ശ്രദ്ധ. ഇനി ഞാൻ രാമായണ പ്രഭാഷണത്തിലേക്ക് കിടക്കട്ടെ. പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു ഭാഷണത്തിലൂടെ പ്രകാശം പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഷണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെളിച്ചം നിറയ്ക്കുമെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ജീവിത നിയോഗം. അങ്ങനെയാണ് ഈ ജീവിതം, ഈ നിമിഷങ്ങൾ ധന്യമാകുന്നതും. അപ്പോൾ രാമായണത്തിൻ്റെ കഥാസന്ദർഭങ്ങളെ വീണ്ടും വീണ്ടും പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. രാമായണത്തെ, പ്രത്യേകിച്ച് വാത്മീകി രാമായണത്തെ നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ വാത്മീകി രാമായണ സംബന്ധിയായിട്ടാണ് മുഴുവനും സംസാരിക്കുന്നത്. അപ്പോൾ വാത്മീകി അതിലൂടെ നമ്മൾ രാമായണത്തെ മനസ്സിലാക്കുമ്പോൾ, രാമായണം എന്താണ്? ആദ്യം നമ്മൾ പറയുന്നു രാമായണം എന്നുവെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, അത് മായണം എന്നുള്ളതാണ് ആദ്യത്തേത്. രാമായണം, ഇരുട്ട് മായണം. നമുക്ക് ജ്ഞാനത്തിൻ്റെ ജ്ഞാനപ്രകാശമുണ്ടാകണം. അറിവിലൂടെ നമ്മൾ നല്ലൊരു തലത്തിലേക്ക്, നല്ല വ്യക്തമായൊരു ധാരണയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് രാമായണം. അപ്പോൾ രാമായണം എന്ന് മാത്രമാണോ ആ പേര്? അല്ല. രാമൻ്റെ അയനം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് രമയുടെ അയനമാണ്. രമയാകുന്ന ഭഗവതി, സാക്ഷാൽ പരാശക്തി ചൈതന്യ സ്വരൂപിണിയായി, പരാശക്തിയുടെ 6 ലക്ഷ്മി ദേവിയായി, അതിൽ നിന്ന് പിന്നെ സീതാദേവിയായി അവതരിച്ചു വന്നാണ്. അപ്പോൾ രമയുടെ അയനം കൂടിയാണിത്. രമയിലാണ് പൂർണ്ണമായിട്ടും രാമായണം നിക്ഷിപ്തമായിരിക്കുന്നത്. രമയ്ക്ക് വേണ്ടിയിട്ടാണ് രാമായണത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും. അപ്പോൾ രമയുടെ അയനം കൂടിയായ രമായണം അല്ലെങ്കിൽ രാമായണം. അപ്പോൾ ഇങ്ങനെ പലതലത്തിൽ നമുക്ക് സീതയെ അറിഞ്ഞുകൊണ്ട്, ശ്രീരാമനെ അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, ഏറ്റവും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനഃശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം കൂടി, ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം. എത്ര മനോഹരമായിട്ട് ഓരോ മനഃശാസ്ത്രങ്ങളെയും പറയുന്നു. ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയായിരിക്കണം, ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. പുരാണ ഇതിഹാസം എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇതിഹാസം എന്നുള്ളതിനും അപ്പുറത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനെ എങ്ങനെയാണെന്നറിയാമോ? നമ്മളുടെ മനുഷ്യ മനസ്സിനെ വ്യക്തമായി പഠിച്ച ഒരു മനഃശാസ്ത്രജ്ഞൻ നമുക്ക് മുന്നിൽ ചില സന്ദർഭങ്ങളെ നിരത്തി തന്നിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ തീരുമാനിക്കണം, എന്തൊക്കെ ത്യജിക്കണം, എങ്ങനെയൊക്കെ നേടിയെടുക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു രാമായണം. ആ രാമായണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ കഥകളുടെ അംശങ്ങളിലേക്കോ അല്ലെങ്കിൽ രാമായണ പാരായണത്തിലേക്കോ ഞാൻ കടക്കുന്നില്ല. കാരണം വ്യക്തമായിട്ട് താര ടീച്ചറിലൂടെ പാരായണം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പാരായണം ചെയ്ത് ശ്രവിക്കുന്നുണ്ടാവും. ഞാനൊരു രാമായണത്തിലൂടെ യാത്ര നടത്താൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് സമയം ആണ് ഉള്ളത്. ആ സമയത്തിലൂടെ ഒരു യാത്ര, ഈ രാമായണത്തിലൂടെ യാത്ര നടത്തുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഒരുമിച്ചൊരു യാത്രയാണ്. എപ്പോഴും നമ്മൾക്ക് ജ്ഞാനം പകർന്നു തരുന്നത് മഹാഗുരുവാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വരൂപമാണ്. നമ്മളിൽ വാക്കായി പ്രവർത്തിക്കുന്നത് മാതങ്കിയാണ്. അവർ രണ്ടാളും
എല്ലാ അനുഗ്രഹങ്ങളും നൽകുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു എന്നല്ല, നമ്മൾ ഒരുമിച്ചൊരു ജ്ഞാനത്തെ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ പ്രഭാഷണം എന്ന വലിയ വാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനൊക്കെ പ്രാപ്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ രാമായണം, ഞാൻ അറിഞ്ഞ രാമായണത്തെയാണ് പറയുന്നത്. എൻ്റെ ഈ ജീവിതത്തിൽ 21 വർഷമായിപ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള യാത്രകളും ക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങളും മാത്രമായിട്ടുള്ളത് 21 വർഷമായി. ഈ 21 വർഷത്തെ അനുഭവമാണ്. ഓരോരുത്തരും ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുന്നത് പലതരത്തിൽ. ചിലരത് ചില പാഠ്യപദ്ധതികളിൽ ഉൾപ്പെട്ട് പഠിക്കുന്നു, അല്ലേ? ചിലരത് അനുഭവങ്ങളിലൂടെ അറിയുന്നു. അതിൽ അനുഭവങ്ങളിലൂടെ അറിയുന്ന ആൾക്കാരുടെ പട്ടികയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് രാമായണത്തെ അറിഞ്ഞത് എന്നാണ് ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വാത്മീകിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വാത്മീകി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, രത്നാകരൻ എന്ന ഒരു കൊള്ളക്കാരൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് മോഹിച്ചിരുന്ന, മറ്റുള്ളവരുടെ സ്വത്ത് കട്ടെടുത്ത് കൊണ്ടുപോയി തൻ്റെ ജീവിതം പടുത്തുയർത്താമെന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ രത്നാകരൻ. ഈ രത്നാകരന് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും പോലെ ആയിരുന്നിരിക്കില്ലേ അന്നത്തെ ദിവസവും, അല്ലേ? എല്ലാ ദിവസവും പോലെയായിരുന്നു അന്നത്തെ ദിവസവും. അയാൾ കൊള്ളയടിക്കാനായിട്ട് കാടിനുള്ളിൽ പോയി ആരെങ്കിലും വരുമോ എന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ 7 സന്യാസിമാർ വരുന്നുണ്ട്. ഈ സന്യാസിമാർ സപ്തർഷികളാണ് എന്നോ അവർക്ക് എന്താണ് ക്വാളിറ്റി എന്നോ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും അദ്ദേഹം അറിയില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സാധാരണയുള്ള ശീലഗുണം കൊണ്ട് നേരെ ചെന്ന് അവരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്, താങ്കൾ ഈ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഈ കർമ്മത്തിന് ഫലം അനുഭവിക്കേണ്ടുന്നൊരു കാലം വന്നാൽ ആരെങ്കിലും പങ്കുചേരാനുണ്ടാവുമോ? അപ്പോൾ അദ്ദേഹം കോൺഫിഡൻസോടുകൂടി പറയാണ്, ഞാനിതെല്ലാം ചെയ്യുന്നത് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെൻ്റെ കൂടെ നിൽക്കും, എന്നാൽ ചോദിച്ചിട്ട് വരൂ എന്ന് പറയാണ്. അപ്പോൾ അവരോട് പോയി ചോദിക്കുകയാണ്, ഞാനീ ചെയ്യുന്നതിൻ്റെ പാപകർമ്മങ്ങൾ വന്നാൽ നിങ്ങൾ ഏറ്റെടുക്കുമോ? അപ്പോൾ അവർ പറയാണ്, ഇല്ല, അങ്ങ് ചെയ്യുന്നതിൻ്റെ അങ്ങ് തന്നെ അനുഭവിക്കണം, അങ്ങയുടെ ഉത്തരവാദിത്തമാണ് കുടുംബം നോക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ അങ്ങ് കുടുംബം നോക്കുന്നു, അതിന് ഞങ്ങൾ എന്തിനാണ് അങ്ങയുടെ പാപകർമ്മം ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോഴാണ് ആദ്യത്തെ റിയലൈസേഷൻ വാത്മീകിക്ക് ഉണ്ടാവുന്നത്. നമ്മളും അതുപോലെയാണ് ജീവിതത്തിൽ. നമ്മൾ പല കർമ്മങ്ങൾക്കും പല ന്യായങ്ങൾ കണ്ടെത്തും. നമ്മളുടെ കർമ്മം കറക്റ്റായിട്ട് പ്യൂരിഫൈഡ് ആയിട്ടുള്ളൊരു കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, തെറ്റാണോ ചെയ്യുന്നത്, ശരിയാണോ? അപ്പോൾ ഈ തെറ്റുകൾക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഐ ഹാവ് ടു ഡൂ ദിസ്, എനിക്കിതിപ്പോൾ ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ എന്നെ ആശ്രയിച്ച് പല കാര്യങ്ങളുണ്ടാവാം, കുടുംബമുണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വിചാരിച്ചുകൊണ്ടാണ് നമ്മളും ഓരോരോ കർമ്മങ്ങൾ ചെയ്യുക. വാത്മീകിയും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ നമുക്കെല്ലാം ഒരു ദിവസം വരും, സാധാരണ പോലെയായിരിക്കും നമ്മൾ അന്ന് ഉണർന്നെഴുന്നേൽക്കുക. പക്ഷെ ആ ദിവസത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിവിൻ്റെ ഒരു സൂര്യൻ ഉദിക്കും നമുക്ക് മുന്നിൽ. അത് ചിലപ്പോൾ ഒരു ഗുരുവായിട്ട് വരാം, ദത്താത്രേയന് മുന്നിൽ വന്നതുപോലെ കാറ്റായിട്ടോ പക്ഷിയായിട്ടോ പുഴുവായിട്ടോ എന്തെങ്കിലും വരാം. പക്ഷേ നമുക്ക് വേണ്ടുന്ന ഉപദേശം കിട്ടും. അന്ന് രത്നാകരന് കിട്ടി, നീ ഇതല്ല ചെയ്യേണ്ടത്, നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കണം. അപ്പം മാറ്റി എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് മരാ 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 എന്ന് ജപിച്ചോളാൻ പറയുന്നത്. വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ ഒരിടത്തിരുന്ന് രത്നാകരൻ ജപിച്ച് അതൊരു ചിതൽപുറ്റായിട്ട് മാറി. ആ ജപങ്ങളുടെ ചിതൽപുറ്റ്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ആധ്യാത്മികതയിലേക്കുള്ള സഞ്ചാരം. നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഉണ്ട്. കർമ്മങ്ങളുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജപങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, തപസ് കൊണ്ടൊരു വാത്മീകം സൃഷ്ടിക്കണം. അവിടെ ഒരു ചിതൽപുറ്റുണ്ടാകും. ആ ചിതൽപുറ്റിലാണ് നമ്മളുടെ തിരിച്ചറിവ് സംഭവിക്കുക. അവിടെ നമ്മൾ രത്നാകരനിൽ നിന്ന് വാത്മീകി എന്ന പദത്തിലേക്ക്, വാത്മീകി ഈ ചിതൽപുറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ വന്നു പോയ സപ്തർഷികൾ തിരിച്ചു വീണ്ടും വരും. അപ്പോഴാണ് അവർ ചിതൽപുറ്റിൽ നിന്ന് രാമ 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 എന്ന് ജപിക്കുന്ന കേൾക്കുന്നത്. മരാമ രാമ 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 എന്ന് ജപിക്കുമ്പോൾ രാമ 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 എന്നാകുന്നത്. അപ്പോൾ ഈ സപ്തർഷികൾ വന്ന് ഈ ചിതൽപുറ്റ് പൊളിച്ചിട്ട് ഈ ആളെ കാണുമ്പോൾ ആദ്യത്തെ തവണ കാണുമ്പോൾ രത്നാകരൻ എന്ന കള്ളനെ അല്ലെങ്കിൽ കൊള്ളക്കാരനെയാണല്ലോ അവർ കണ്ടത്. പക്ഷേ ഈ ചിതൽപുറ്റ് മാഞ്ഞു കഴിഞ്ഞപ്പോൾ, ചിതൽപുറ്റ് പൊളിച്ച ആ ആളെ കാണുമ്പോൾ ആദ്യം അവരെന്താ വിളിക്കാന്നറിയോ? ബ്രഹ്മർഷി എന്നാണ് വിളിക്കുക. ബ്രഹ്മർഷി എന്ന് വിളിച്ചിട്ടാണ് വാത്മീകി എന്ന നാമം കൊടുക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, ബ്രഹ്മർഷി എന്ന പദത്തിലേക്ക് ഉയരാൻ ഒരു കഠിനമായ തപസ് വേണം. ആ ബ്രഹ്മർഷി കാണുന്നതെല്ലാം വ്യത്യസ്തമാകും. ആ വാത്മീകിയാണ് പിന്നീട് രാമായണത്തെ കണ്ടത്, രാമായണത്തെ ഉൾക്കൊണ്ടത്. ഇതെല്ലാം പറയപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാത്മീകി പിന്നെ നടത്തിയ ശ്രമങ്ങളാണ് രാമായണമായത്. അപ്പോൾ വാത്മീകി രാമായണത്തിൽ ആ ചിതൽപുറ്റിനിരുന്നപ്പോൾ ആൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ പെരുമാറണമായിരുന്നു, ഞാൻ എന്തൊക്കെ ചിന്തിക്കണമായിരുന്നു, ഞാൻ എവിടെയൊക്കെ തിരുത്തണമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് വാത്മീകി മെല്ലെ മെല്ലെ ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ പരിവർത്തനം സംഭവിക്കുന്ന സമയത്താണ് വാത്മീകം പൊളിച്ച് ബ്രഹ്മർഷിയായി പുറത്തേക്ക് വരുന്നത്. ആ വാത്മീകിയുടെ രാമായണം
ആ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ തുടക്കം മുതൽ ആദ്യം മുതൽ ഓരോരോ പോയിന്റിലും നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായും വ്യക്തമായും ധാരണകൾ കിട്ടുന്നുണ്ട്. രാമൻ്റെ മനുഷ്യാവതാരം രാജാവാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. രാജാവായിട്ടാണ് നിൽക്കുന്നത്. പ്രജാക്ഷേമ തൽപരനായ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഈ ശ്രീരാമൻ്റെ ജന്മം എന്ന് പറയുന്നത് ഒരാളുടെ കർമ്മത്തിൽ എങ്ങനെയാണ്, നമ്മൾ ഓരോ സമയം മകനായിരിക്കുമ്പോൾ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്, രാജാവായിരിക്കുമ്പോൾ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്, സർവ്വതും ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ കഴിയുമ്പോൾ എന്താണ് കർമ്മം, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നതാണ്. കർമ്മത്തെയും ധർമ്മത്തെയും വ്യക്തമാക്കുന്നുണ്ട് മര്യാദാ പുരുഷോത്തമൻ. ആ രാമനെ നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ രാമൻ തന്നെ ഈശ്വരൻ എന്നുള്ള രീതിയിലല്ല വാത്മീകി രാമായണത്തിൽ പറയുന്നത്. മനുഷ്യാവതാരം കൈക്കൊണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയും അവിടെ തൻ്റെ ഉയർന്ന ധാർമ്മിക ചിന്ത കൊണ്ട് വ്യത്യസ്തനായി നിൽക്കുകയും ചെയ്ത രാമനെയാണ് നമ്മൾ വാത്മീകി രാമായണത്തിലൂടെ കാണുന്നത്. അവിടെ ആ രാമനെ കാണുമ്പോൾ തുടക്കം തന്നെ രാമനെ നോക്കുക. രാമൻ്റെ മെൻറ്റർ ആരാണ്? രാമനെ താൻ ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രാമൻ എന്നത് എന്താണ് ശരിക്കും? പരമമായിട്ടും പരംപുരുഷൻ മൂലപ്രകൃതിയോട് ചേരണം, പുരുഷൻ നാരിയോട് ചേരണം, സീതയോട് ചേരണം എന്ന് വഴിതെളിച്ച് വിട്ടതാരാണ്? സാക്ഷാൽ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രൻ രാമായണത്തിൽ ആ ഘട്ടത്തിലല്ലാതെ പിന്നെ എവിടെയും വിശ്വാമിത്രനെ കാണാനില്ല. ഒരു സുപ്രഭാതത്തിൽ വരികയാണ് അയോധ്യയിലേക്ക് വിശ്വാമിത്രൻ. വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്, രാമനെ എൻ്റെ ഒപ്പം അയക്കണം. രാമനെ അയക്കണം എന്ന് പറയുമ്പോൾ രാമൻ്റെ കൂടെ എന്തായാലും ലക്ഷ്മണനും ഉണ്ടാവും. അപ്പോൾ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന വിശ്വാമിത്രൻ്റെ പെട്ടെന്നുള്ളൊരു എൻട്രിയാണ്. പിന്നെ എവിടെയും വിശ്വാമിത്രനെ കാണുന്നില്ല. ആ എൻട്രി എന്തിനാണ്? രാമനെ സീതയോട് ചേർക്കാൻ. അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഒത്തുചേരൽ സംഭവിച്ചാൽ മാത്രമേ, ഇവിടെ നമ്മളിലാണെങ്കിലും നമ്മളുടെ ശക്തിയാണ് ഭഗവതി എന്ന് പറയുന്നത്, നമ്മളുടെ എനർജിയാണ് ഭഗവതി, നമ്മളുടെ നോളേജാണ് പരംപുരുഷൻ അഥവാ ഭഗവാൻ എന്ന് പറയും. ഇത് രണ്ടും ഒത്തുചേർന്നാൽ മാത്രമേ ജീവിതം മോക്ഷദായകമാകുള്ളൂ. അപ്പോൾ ആ ഒത്തുചേർക്കലിൻ്റെ ഉത്തരവാദിത്തം ആരിലാണ് ഉണ്ടായിരുന്നത്? വിശ്വാമിത്രൻ. കൃത്യമായിട്ട് വിശ്വാമിത്രൻ വന്നു, ഇത് ചെയ്തു. വിശ്വാമിത്രൻ പോയി രാമനോട് പറഞ്ഞു, ത്രയംബകം ശിവൻ്റെ വില്ല് എടുത്തുയർത്തി അത് സീതയെ വരിക്കുക പറഞ്ഞു. എടുത്തുയർത്തുമ്പോൾ അതൊടിഞ്ഞ് പോകുന്നു. ഈ വില്ല് രാമൻ ഉയർത്തണം എന്നുള്ളത് വിശ്വാമിത്രൻ അറിയാം, എന്നാൽ മാത്രമേ രാമനതറിയില്ല. പക്ഷേ രാമൻ അറിഞ്ഞുകൂടാത്ത സമയത്ത് രാമനോട് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വരുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഗുരു വരും. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴല്ല, നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ അല്ല, നമ്മൾ ഗുരു 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 എന്ന് പറഞ്ഞ് ഓരോരുത്തർ തേടി പോകുമ്പോൾ അല്ല, ഒരു ഗുരു വരും. നീ എന്താണ് ചെയ്യേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു ഗുരു വരും. ആ ഗുരുവാണ് രാമായണത്തിലെ വിശ്വാമിത്രൻ. അതുകൊണ്ട് ആ വിശ്വാമിത്രൻ്റെ റോൾ അവിടെ കഴിഞ്ഞു. രാമായണത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രാമൻ സീതയോട് ഒത്തുചേരണം. ആ പ്രധാനപ്പെട്ട ഘട്ടം വിശ്വാമിത്രൻ ഭംഗിയായിട്ട് നിർവഹിച്ച് തൻ്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. മാത്രമല്ല രാമന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അഹല്യയ്ക്ക് മോക്ഷം പോലെ തന്നെയുള്ള താടക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നിനക്കാ ശക്തിയുണ്ട്, സംരക്ഷിക്കപ്പെടുന്ന ഉത്തരവാദിത്തം, രാജാവായി നിൽക്കുന്നതിൻ്റെ ചൈതന്യം നിന്നിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാമിത്രനാണ്. അവിടെയാണ് ആദ്യത്തെ പോയിന്റ്. നമുക്ക് വേണ്ട, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ദിവസം റിയലൈസ് ചെയ്യുന്ന പോലെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു പോയിന്റ്? ഒരു ദിവസം ഇല്ല. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി ധാരണ നൽകുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് കേൾക്കുക, ഒരു വ്യക്തി ഉണ്ടാവുക ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവാറില്ലേ? അത് എന്ന് പറയുന്നത് ഈ വിശ്വാമിത്രൻ്റെ വരവാണ്. വിശ്വാമിത്രനും വെറുതെ വരുമല്ല. വിശ്വാമിത്രൻ ആദ്യം ഒരു രാജാവാണ്. വിശ്വാമിത്രന് പിന്നീട് വസിഷ്ഠനോട് കുശുമ്പ് വരികയാണ്. കാമധേനു വസിഷ്ഠൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കുശുമ്പ് വരികയാണ്. അപ്പോൾ ഈ കുശുമ്പ് വന്നിട്ട് എനിക്ക് വസിഷ്ഠനെ പോലെ ആകണം എന്ന് പറഞ്ഞിട്ടാണ് തപസ് ചെയ്യുന്നത്. തപസ് ചെയ്യുമ്പോൾ ഈ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ ബ്രഹ്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് വസിഷ്ഠനെ പോലെ ആകണമെങ്കിൽ വസിഷ്ഠൻ സമ്മതിക്കണം. നീ എന്നെപ്പോലെ ആയിന്ന് വസിഷ്ഠൻ സമ്മതിച്ചാൽ ബ്രഹ്മർഷി പദവി തരാമെന്ന് പറയാണ്. അങ്ങനെ വിശ്വാമിത്രൻ കഠിന തപസ് ചെയ്ത് ആ തപസ്സിനെ പിന്നെ ഇളക്കാനിടയ്ക്ക് മേനക വന്ന് അത് പിന്നെ ഇടയ്ക്ക് ബ്രേക്കായി, പിന്നെ അത് ബ്രേക്കപ്പായി. അതിനുശേഷം പിന്നീട് വീണ്ടും വിശ്വാമിത്രൻ തൻ്റെ പ്രയാണം മുന്നോട്ട് പോയതിന് ശേഷമാണ് ഇങ്ങനെയാണ് ഓരോരുത്തരും ഉരുത്തിരിഞ്ഞ് വരുന്നത്. നമ്മളൊന്നും ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒന്ന് പിറവി കൊണ്ടപ്പോഴേക്കും ജ്ഞാനമുള്ളവരായിട്ട് അല്ലെങ്കിൽ വലിയ ശക്തിയുള്ളവരായിട്ട് അപാരമായ ശക്തിയുള്ളവരായിട്ട് ജനിച്ചവരല്ല. അങ്ങനെ ഉണ്ടാവാം ആൾക്കാർ, അല്ലേ? ജനിച്ചപ്പോൾ തന്നെ ദിവ്യമായ അറിവുകളോടുകൂടി. പക്ഷേ അധികം പേരും എങ്ങനെയാണ്?
ജനിക്കുമ്പോൾ എല്ലാവരും സാധാരണ ശിശുക്കൾ തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ ആ പരമമായ പ്രവൃത്തി കൊണ്ട് ഒരു ജീവൻ ഉണ്ടാകുന്നു. അത് അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് സഞ്ചരിക്കുന്നു, അമ്മയിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു, ജീവിക്കുന്നു. കമഴേണ്ട കാലത്ത് കമഴുന്നു, എഴയേണ്ട കാലത്ത് എഴയുന്നു, എഴുന്നേറ്റ് നിൽക്കേണ്ട കാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, പറയേണ്ട കാലത്ത് പറയുന്നു. പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് ആ സഞ്ചാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എപ്പോഴോ ഒരിക്കൽ നമ്മളിലേക്ക് ചില സന്ദർഭങ്ങൾ, ചില ഘട്ടങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കും. ഇങ്ങനല്ല ജീവിക്കേണ്ടത്, മറ്റെന്തോ ഒന്ന് ഞാൻ ചെയ്യേണ്ടതുണ്ട്, ഞാൻ അറിയേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതാണ് വിശ്വാമിത്രൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വസിഷ്ഠനിലൂടെ ശ്രീരാമനിൽ, വിശ്വാമിത്രനിലൂടെ. ഇതെല്ലാം കണക്റ്റഡായി നിൽക്കുന്ന രാമായണത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ സീതയെ രാമൻ സ്വയംവരം ചെയ്യും. എന്തുകൊണ്ട് ത്രയംബകം വില്ലെടുത്ത് ഉയർത്തുന്ന ആൾക്ക് മാത്രമേ സീതയെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ജനകൻ തീരുമാനിക്കുന്നു? ജനകൻ എന്തുകൊണ്ടാണ്? തനിക്ക് 4 പെൺമക്കളാണ്. അതിൽ മൂത്ത കുട്ടിയാണ് സീത. സ്വന്തം മകൾ അല്ല എങ്കിലും സ്വന്തം മകളെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്. അത് അത്രയും ദിവ്യമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഭർത്താവിനെ താൻ സ്വയം തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് പകരം ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ വില്ലെടുത്ത് ഉയർത്തി കൊല്ലച്ചാൽ മാത്രമേ അവരെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുള്ളൂ എന്ന് ജനകൻ പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്ന് വെച്ചാൽ സീതാദേവിക്ക് ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള കാലത്ത് സീതയും തോഴിമാരും എല്ലാം കൂടി ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനകൻ മട്ടുപ്പാവിൽ നിന്ന് സീതയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീത കളിക്കുന്നതും സീത ഓരോ കാര്യങ്ങൾ പറയുന്നത് വളരെ കിളിക്കൊഞ്ചലോടുകൂടി. മൈഥിലി എന്താ പറയുക, ഒരു ശക്തി സാന്നിധ്യമാണ് മൈഥിലി. സീതയെ അറിഞ്ഞാലേ രാമായണം മുഴുവനായിട്ട് അറിയാൻ പറ്റും, രാധയെ അറിഞ്ഞാലേ കൃഷ്ണനെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സീതയിലൂടെയാണ് രാമായണത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ സീത ഇങ്ങനെ തോഴിമാരോട് സംസാരിക്കുന്നുണ്ട്, പൂക്കൾ ഇറുക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന മരത്തിൻ്റെ എത്താ കൊമ്പിൽ കുറേ പൂക്കൾ നിൽക്കുക. അപ്പോൾ ഈ പൂക്കൾ പറിച്ചെടുക്കണം. അപ്പോൾ തോഴിമാർ പറയുകയാണ്, നമുക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ, ഈ പൂ പറിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് അത് വിട്ടേക്കാം, താഴെയുള്ള പൂ പറിക്കാം എന്ന് പറയും. അപ്പോൾ സീതാദേവി പറഞ്ഞു, അതെന്താ അങ്ങനെ, മുകളിലുള്ള പൂവും നമുക്ക് പറിക്കണം. അപ്പോൾ സീതാദേവിയുടെ തോഴിമാർ പറയാം, ഇതെങ്ങനെ പറിക്കും, നമുക്ക് പറിക്കാൻ പറ്റണ്ടേ, മരം കയറാൻ പറ്റില്ല, നമ്മൾ പെൺകുട്ടികളല്ലേ, മരം കയറാൻ പറ്റില്ല, പിന്നെ അത് അത്രയും ഉച്ചത്തിലുള്ള കൊമ്പിലാണുള്ളത്, എന്ത് ചെയ്യും? അപ്പോൾ സീത പറയാണ്, എനിക്കൊരു വഴിയുണ്ട്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നേരെ ഓടിച്ചെന്നിട്ട് ജനകൻ്റെ ആയുധപുരയിൽ കയറി ഈ ത്രയംബകം വില്ല് എടുത്തുകൊണ്ട് 7 വയസ്സായ പെൺകുട്ടി ത്രയംബകം വില്ല് എടുത്തുകൊണ്ട് നേരെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് പൂക്കളിർത്തിടുകയാണ്. പടപടേന്ന് പൂക്കളിർത്തിടുകയാണ്. അത് കണ്ടപ്പോഴേക്കും ജനകൻ വിചാരിക്കുകയാണ്, ത്രയംബകം വില്ല് 1000 ആനകൾ കൊണ്ട് വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രയംബകം വില്ല് തൻ്റെ 7 വയസ്സ് പ്രായമുള്ള മകളെ എടുത്തുകൊണ്ട് കുലച്ച് പൂക്കൾ എഴുതിടുന്നത് കാണുന്ന അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അച്ഛൻ തീരുമാനിക്കുകയാണ്, ഇപ്പോൾ ഈ വില്ല് ഇതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരാളെയല്ലേ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനം ജനകൻ പറയുന്നത്. ശ്രീരാമൻ വന്നത് എടുത്തുയർത്തുമ്പോഴേക്കും ഒടിഞ്ഞു പോവുകയാണ് ചെയ്യണത്. സീതാദേവിയാണ് അത് കൊലച്ചത്. ത്രയംബകം വില്ല് കൊലച്ചതാരെന്ന് ചോദിച്ചാൽ അത് സീതാദേവിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സീത, ആ സീത രാമനിങ്കിലേക്ക് ചേരുക എന്ന് പറയുന്നത് പരമമായ സത്യസ്വരൂപത്തിലേക്കുള്ള മൂലപ്രകൃതിയുടെ ഒത്തുചേരലാണ്. അപ്പോൾ അവിടെ അത് നടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് നോക്കിയാൽ പരശുരാമൻ വരുന്നു. വിവാഹം കഴിഞ്ഞ് വരുന്നവർക്ക് പരശുരാമൻ വരുന്നു. പരശുരാമൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. പരശുരാമൻ എന്താ പറഞ്ഞു തരുന്നത്? കോപത്തിലായിരിക്കുമ്പോൾ, ദേഷ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു ആക്ഷനും ചെയ്യരുത്. നമ്മൾ വല്ലാതെ കണ്ട് ദേഷ്യത്തിലോ വല്ലാതെ കണ്ട് സങ്കടത്തിലോ വല്ലാതെ കണ്ട് സന്തോഷത്തിലോ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കരുത്. അതാണ് നമുക്ക് പരശുരാമൻ പറഞ്ഞു തരുന്ന പാഠം. പരശുരാമൻ്റെ സഞ്ചാരം നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ക്ഷത്രിയരെ എല്ലാം നിഗ്രഹിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമാണല്ലോ. ക്ഷത്രിയരെ എല്ലാം നിഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 21 തവണ ഭൂമിയാകെ വലം വയ്ക്കുകയാണ്. പ്രായശ്ചിത്തം എവിടെ ചെയ്യും? ഈ പാപഭാരം കൊണ്ട് ഓരോരോ ജലാശയത്തിലും അത് കഴുകിക്കളയാൻ ശ്രമിക്കുന്ന പരശുരാമൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ദേഷ്യത്തിൽ പെട്ടെന്നുള്ളതിലായിരിക്കരുത് നമ്മളുടെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ഇമോഷൻസിലായിരിക്കരുതെന്നാണ്. അത് കഴിഞ്ഞ് പരശുരാമൻ തൻ്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ തൻ്റെ ചൈതന്യത്തെ ശ്രീരാമന് നൽകുന്നു. ആയുധം ശ്രീരാമന് നൽകിക്കൊണ്ട് പരശുരാമൻ്റെ സഞ്ചാരം. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. ഞാനൊരു ഓർഡറിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പല കഥാപാത്രങ്ങളുടെയും എൻട്രി, എക്സിറ്റ്, ഇതെന്തിനു വാത്മീകി ഇതുപോലെ നമുക്ക് പറഞ്ഞു തരുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി എന്തിനു രാമായണത്തെ സൃഷ്ടിച്ചു തന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ. അപ്പോൾ വാത്മീകി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരമമായി ശ്രമിച്ചാൽ എന്ത് നെഗറ്റീവ് ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിലും, ഏത് കാട്ടാള സ്വരൂപത്തിലാണ് നമ്മളെങ്കിലും നമുക്ക് ബ്രഹ്മർഷി പദവിയിലേക്ക് എത്താൻ പറ്റും. അത് ജനനം കൊണ്ട് വേണമെന്നില്ല. നമ്മൾ നിരന്തരമായ ഒരു കോൺസ്റ്റൻ്റ് എഫേർട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു തപസ് അതിനുണ്ടായിരുന്നാൽ മതി, നമുക്കവിടെ എത്താൻ സാധിക്കും. അതാണ് വാത്മീകി പറഞ്ഞു തരുന്നത്. വിശ്വാമിത്രൻ എന്താ പറഞ്ഞു തരുന്നത്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടതെല്ലാം തയ്യാറാക്കി വെക്കുക, ഗുരു വരും.
നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നൊരു മൊമെൻറ്റ് വരും. ആ ഗുരു എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യരൂപത്തിൽ വരുമോ, ശബ്ദമായിട്ട് വരുമോ, പക്ഷിയായിട്ട് വരുമോ, കാറ്റായിട്ട് വരുമോ, ചിലപ്പോൾ ഒരു കുഞ്ഞായിട്ട് വരുമോ, അറിയില്ല. പക്ഷേ വരും. ആ ദിവസം മുതൽ നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ടാവും. നമ്മളുടെ എന്താണ് കർമ്മം, നമ്മുടെ എന്താണ് കർമ്മ പദ്ധതി, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആ ഗുരു എത്തും. അതാണ് വിശ്വാമിത്രൻ പറഞ്ഞു തരുന്നത്. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലുള്ള പ്രത്യേകതകളാണ് നമ്മളീ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. തീർച്ചയായിട്ടും ഒരു വിവാഹത്തിൻ്റെ 4 മക്കളും ഒരുമിച്ച് വിവാഹം കഴിക്കുന്നു. അതും ജനകൻ്റെ 4 പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. അവരൊരുമിച്ച് അയോധ്യയിലേക്ക് വരുന്നു. അതൊരു ആഘോഷം തന്നെയായിരിക്കും. ഈ ആഘോഷത്തിൻ്റെ രസം എവിടെയാണ് നശിക്കുന്നത്? പരശുരാമൻ്റെ. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാവരും എന്താ പറയണേ? മന്ധര കൈകേയിക്ക് ഉപദേശിക്കുന്നു. സത്യത്തിൽ സന്തോഷം കാണും, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഒന്ന്, ഒരു സിനിമയിൽ പറയില്ലേ, എന്തോ ഇവിടെ ഇങ്ങനെ ഇരിക്കും, നെഞ്ചിലൊരു വേദന. അത് ആരെങ്കിലും നന്നാവുന്ന കാണുമ്പോൾ നെഞ്ചിലൊരു വേദന വരും. ആദ്യം ഗ്യാസിൻ്റെ ആണെന്നാണ് വിചാരിച്ചത്, പിന്നെ മനസ്സിലായത് അതല്ല, ആരെങ്കിലും നന്നാവുന്നത് കാണുന്നതിൻ്റെയാണ്. ഇത് നമ്മളിൽ പലരിലുമുള്ളൊരു വല്ലാത്ത അസ്വസ്ഥത, ഒരാൾ നന്നാകുന്നത് കാണുമ്പോൾ. അപ്പോൾ മന്ധര നോക്കുമ്പോൾ എന്താ, എല്ലാം വെൽ അറേഞ്ച്ഡാണ്. അയോധ്യ വളരെ സന്തോഷത്തിലാണ്. ആരാലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത അയോധ്യ. മറ്റൊരാളാൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല അയോധ്യയെ. ആ അയോധ്യയിലേക്ക് 4 മക്കളും വരാണ്, 4 ഭാര്യമാരും, അതും സഹോദരിമാരായ 4 കുട്ടികളെയും കൊണ്ട്, ഭാര്യമാരെയും കൊണ്ട് വരാണ്. ഇതിൽ പരം ആഘോഷമുണ്ടോ? തൊട്ടടുത്ത് തന്നെ രാമചന്ദ്രൻ്റെ കിരീടധാരണം നടക്കാൻ പോകുന്നു. അപ്പോൾ രാമൻ രാജാവാകാൻ പോകുന്നു. ഈ സന്തോഷം അയോധ്യയിലെത്തുമ്പോൾ മന്ധര ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അയോധ്യ ആരാലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥലം. ശരിയാണ്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർക്ക് പറ്റും? ഒരു ഇൻറ്റേർണൽ ഫോഴ്സിന് പറ്റും, അകത്തുനിന്ന് പറ്റും, അല്ലേ? നമ്മളും അതുപോലെയാണ്. നമ്മൾ കാറ്റ് പോലെ കാറ്റത്തോ അല്ലെങ്കിൽ തീയിലോ വാടാൻ, തീയിൽ കുരുത്ത വെയിലത്ത് വാടില്ലാൻ പറയില്ലേ, അതുപോലെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എക്സ്റ്റേണലായിട്ടുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷേ ഇൻറ്റേർണലായിട്ട് ചില തോട്ട്സ്, ചില ഭയം, ചില കുശുമ്പ്, ചില അസൂയ, ഇതെവിടുന്നോ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നിടത്തുനിന്ന് നമ്മൾ മെല്ലെ മെല്ലെ നശിക്കാൻ തുടങ്ങും, നമ്മൾ റൂയിൻഡ് ആവാൻ തുടങ്ങും. ഇതുപോലെയാണ് മന്ധര ആലോചിക്കുകയാണ്. ഇത് അകത്തുനിന്ന് തിരികൊടുത്താൽ കാര്യമായിട്ട് സംഗതി വർക്കൗട്ടാവും. അങ്ങനെ നേരെ മന്ധര പോയിട്ട് കൈകേയിയോട് പറയാണ്, എന്താണ് ഇങ്ങനെ ഒന്നും തോന്നുന്നില്ലേ? അപ്പോൾ കൈകേയി എന്താ, സന്തോഷമല്ലേ, രാമൻ രാജാവാകാൻ പോണു എന്ന് പറയുമ്പോൾ മെല്ലെ 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 ആ വിഷം ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പം. ഒരാളെ നമുക്ക് നെഗറ്റീവായിട്ട് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ തന്നെ യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ വാട്സാപ്പിൽ കേൾക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ എന്തിലാണ് കൂടുതൽ താല്പര്യം? ഒരാൾ നല്ല കാര്യം പറയാൻ നിന്നാൽ അധികം അത് കേൾക്കാൻ കാര്യമില്ല. ഒരാൾ കിണറ്റിൽ വീണു, അല്ലെങ്കിൽ ഒരാൾ ഓടിപ്പോയപ്പോൾ വേറൊരാൾ വന്ന് ഇടിച്ചു ചതച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എവിടെ നിന്നും ഒരു ആകാംക്ഷയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അറിയാൻ. ഇല്ലേ? അങ്ങനെ ഇല്ലെന്ന് പറയരുത്. ഉണ്ട്. നമ്മളില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്യാണ്. ഞാനങ്ങനെയല്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ അങ്ങനെയാണ്, പക്ഷെ ഞാൻ അങ്ങനെ അല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് കൈകയിലേക്ക് മന്ധര കൊടുക്കുകയാണ്. കൈകേയി ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അതിനകത്തൊരു പ്രധാന പോയിൻ്റ് ഉണ്ട്. കൈകേയിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയ, കൈകേയിയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കൈകേയി രാജാവിൻ്റെ മകളാണല്ലോ കൈകേയി. കൈകേയിയുടെ അമ്മ വളരെ വാശിക്കാരിയായൊരു സ്ത്രീയാണ്. വല്ലാണ്ട് വാശിയാണ്, എന്ത് കാര്യത്തിനും വാശിയാണ്. ഈ കൈകേയി രാജാവിനൊരു ഗുണമുണ്ട്, പക്ഷികൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് കേട്ടാൽ മനസ്സിലാവും, വ്യക്തമായിട്ട് പക്ഷികളുടെ ഭാഷ മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിന് അത് ഉപദേശിച്ചു കൊടുത്ത ഗുരുദേവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഷ നീ കേൾക്കുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നീ കേട്ടോളാം, മനസ്സിലാക്കിക്കോളാം, അതിൻ്റെ ആക്ഷൻസ് നീ ചെയ്തോളാം, അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നീ ചെയ്തോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തേ അവർ പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതനുസരിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹൻ്റെ വിവാഹം കഴിയുന്നത്. ആ ഒരു പുതുമോടിയിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇദ്ദേഹം അബദ്ധവശാൽ ഭാര്യയോട് പറയാണ്, എനിക്ക് പക്ഷികളുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ഭാര്യ പറയണം, എന്നാൽ പിന്നെ ആ പക്ഷികൾ പറയണത് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറയില്ല, എനിക്ക് അത് പറഞ്ഞു തരാനുള്ള അവകാശമില്ല, അത് പറയരുതെന്ന് എന്നോട് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയില്ല, എനിക്കിപ്പം കേൾക്കണം, എന്താണ് പക്ഷികൾ പറഞ്ഞതെന്ന് എനിക്കിപ്പം കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറയണല്ല, അത് എനിക്ക് പറയാൻ അനുവാദമില്ല, ഞാൻ പറയില്ല, എന്ത് വന്നാലും പറയില്ല പറയാം. അപ്പോൾ ഈ കൈകേയിയുടെ അമ്മ എന്താ ചെയ്യുന്നത് പറയാം, എന്നാൽ ശരി, എന്നാൽ നമുക്ക് പിരിയാം, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവാണ്. അപ്പോഴേക്കും കൈകേയി ജനിച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ വാശി കുറേ നാൾ നടക്കുകയാണ്. അപ്പോഴേക്കും കൈകേയി ജനിക്കുന്നുണ്ട്. കൈകേയിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് കൈകേയിയുടെ അമ്മ പോവാണ്, സ്വന്തം കൊട്ടാരത്തിൽ പോയി നിൽക്കുകയാണ്. പിന്നെ അമ്മ വളർത്തിയ മകളല്ല അത്, വാശിയുള്ള ഒരമ്മ,
ദുർവാശിയുള്ളൊരമ്മ അമ്മയിൽ നിന്ന് ഒരു മകളിലേക്ക് ഈ നെഗറ്റിവിറ്റീസ് കൈമാറപ്പെടാം. സാഹചര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായി വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വെറുതെയെങ്കിലും അനാവശ്യമായി തീരുമാനങ്ങൾ എടുത്താൽ, വാശിപ്പുറത്ത് പലതും കാണിച്ചാൽ അത് അടുത്ത ജനറേഷനെ ബാധിക്കും എന്നുള്ളതാണ് കൈകയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മന്ധര ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, ഈ അമ്മ പോയില്ലേ, പിന്നെ ഈ കുട്ടിയെ വളർത്തിയ മുഴുവൻ മന്ധരയാണ്. കൈകയെ വളർത്തുന്ന മുഴുവൻ മന്ധരയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു പാക്കേജായിട്ട് മന്ധരയും കൂടി ഇങ്ങ് വരാണ്. പിന്നെയാണ് ഈ ഉപദേശം മുഴുവൻ. അപ്പോൾ റൈറ്റ് ടൈമിൽ മന്ധര, അതുവരെ നന്നായിരുന്ന മന്ധര കറക്റ്റ് സമയത്ത് ആ നെഗറ്റിവിറ്റി ഉപദേശിച്ചു കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡായി? അമ്മ വളർത്തിയിട്ടില്ല മകളെ, മന്ധരയാണ് വളർത്തിയിരിക്കുന്നത്. മന്ധരയുടെ ഇൻഫ്ലുവൻസാണ് അതിലുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് രാമായണത്തിലൊരു പാഠം വളരെ പ്രധാനമായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ കുട്ടിയിലും അമ്മയുടെ ഇൻഫ്ലുവൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയാണ് ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ആ അമ്മ എന്ന ഭാവത്തിൻ്റെ സ്വാധീനത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് കുട്ടികളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾക്ക് നെഗറ്റീവായിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ പോസിറ്റീവായിട്ട് നിൽക്കാനുള്ള എല്ലാ ശക്തിയും അവരെടുത്തുകൊള്ളും. അതാണ് കൈകേയി. അപ്പോൾ കൈകേയി മന്ധരയുടെ വാക്കും കേട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണു. ഞാൻ നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കഥ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏതായാലും എന്താകുന്നു, കിരീടധാരണം നടക്കുന്നില്ല, മുടങ്ങുന്നു. ദശരഥൻ വല്ലാത്തൊരവസ്ഥയിലേക്കാകുന്നു അല്ലേ. ദശരഥൻ മരണാസന്നായി പോകുന്നു. അത് ആ വിഷമം താങ്ങാൻ പറ്റുന്നില്ല. കുട്ടികൾ പോവാണ്. അപ്പം അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അച്ഛൻ വാക്ക് പാലിക്കണം. കാരണം ഒരു രാജാവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. അത് പാലിക്കാൻ വേണ്ടിയിട്ട് രാമൻ ലക്ഷ്മണ സമേതനായിട്ട് കൊട്ടാരം വിട്ടു പോകുന്നു. ദശരഥൻ മൃതപ്രായനാകുന്നു, അല്ലെങ്കിൽ മരണാസന്നായി പോകുന്നു. അത്രയ്ക്ക് തളർന്നു പോകുന്നു. കംപ്ലീറ്റ്ലി ഒരു അവസ്ഥ, താങ്ങാനാകാത്ത അവസ്ഥ കൊണ്ട് തളർന്നു പോകുന്നു. ദശരഥൻ്റെ ആ അവസ്ഥയ്ക്ക് ആരാണ് കാരണം? മന്ധര അല്ലേ? മന്ധരയല്ലേ? കൈകേയിയാണോ? ആണോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഒരുമിച്ചാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ദശരഥൻ്റെ അവസ്ഥയ്ക്ക് കാരണം ആരാ? കൗസല്യ? കൈകേയി? ദശരഥൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ദശരഥൻ രാജാവാണ്. ദശരഥൻ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ അല്ലേ? ഒരു വാക്ക് കൊടുത്തോണ്ടല്ലേ. കാര്യം അപ്പോൾ ജീവൻ രക്ഷിച്ചു. കൈകേയി രഥം ഉരുണ്ടു പോവാതിരിക്കാൻ രക്ഷിച്ചു, ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ പൊസിഷൻ നോക്കിയിട്ടല്ലേ ഒരു വാക്ക് കൊടുക്കേണ്ടത്. ഒരു രാജാവ് വാക്ക് കൊടുക്കുമ്പോൾ അതിന് എന്തെല്ലാം തലങ്ങളുണ്ട്. ഒരു വാക്ക് കൊടുക്കുമ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ ഞാൻ തന്നുകൊള്ളാം എന്ന് ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പറയാമോ? ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയണം, നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തന്നോളാം എന്ന് പറയാണ്. എക്സാമിൻ്റെ തലേദിവസം ആ കുട്ടി പറയണം, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണം നാളത്തെ പരീക്ഷയുടെ. ചോദിച്ചൂടെ അല്ലേ? ഇതുപോലെ എന്തൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വേണം നമ്മളൊരു വാക്ക് കൊടുക്കാൻ. ദശരഥൻ അത് പാലിച്ചില്ല. ദശരഥൻ അപ്പോൾ ഉണ്ടായ സ്നേഹത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലോ പെട്ടെന്നുണ്ടാകുന്ന സന്തോഷത്തിലോ നമ്മളൊരു വാക്കും ഒരു തീരുമാനവും എടുക്കരുത്. കൈകേയിക്കൊരു വാക്ക് കൊടുത്തു, നിനക്ക് ആഗ്രഹിക്കുന്ന നീ പറയുന്ന എന്ത് കാര്യവും ഞാൻ നടത്തിത്തരാം. അതുകൊണ്ടല്ലേ ഇത് വന്നത്. അപ്പോൾ ദശരഥൻ അതിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ കാര്യത്തിൽ. അപ്പം നമ്മളും ശ്രദ്ധിക്കുക. നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആയിരിക്കുമ്പോൾ, നമ്മളുടെ ചിന്തകൾ കൊണ്ടോ വികാരങ്ങൾ കൊണ്ടോ വല്ലാതെ ഒരു ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുത്. ആർക്കും അത് മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ഒന്നും ആവശ്യമില്ലാതെ വാക്ക് കൊടുക്കരുത്, തിരിച്ചതടിക്കും. അതുകൊണ്ട് അതാണ് ദശരഥൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് രാമായണത്തിൻ്റെ ആദ്യഘട്ടം. ഭഗവാൻ കാട്ടിലേക്ക് പോകുന്നു, സീതാദേവിയോടൊപ്പം കാട്ടിലേക്ക് പോകുന്നതാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മളിനി ഓരോരോ തലത്തിലേക്ക് പറയുകയാണ്. ഓരോന്നും എല്ലാവരിലും അവിടെ നമുക്ക് തെറ്റുകുറ്റങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഓരോരുത്തരിലും എങ്ങനെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ശൂർപ്പണഖ വരുന്നുണ്ടല്ലോ, കാട്ടിൽ ഇവർ താമസിക്കുന്ന സമയത്ത് ശൂർപ്പണഖ വരുന്നുണ്ട്. ഈ ശൂർപ്പണഖ വരുന്ന സമയത്ത് ശൂർപ്പണഖയെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ശൂർപ്പണഖ വരുന്നുണ്ട്. ശൂർപ്പണഖയുടെ ഉദ്ദേശ ലക്ഷ്യം മോശപ്പെട്ടതാണ്, പക്ഷേ വല്ലാതെ ഒന്ന് കളിയാക്കി വിടുന്നുണ്ട് ശൂർപ്പണഖയെ. നമ്മൾ അനാവശ്യമായി ഒരാളെ കളിയാക്കിയാൽ ആ കളിയാക്കലിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാറുണ്ട് സാധാരണ. പക്ഷേ അതേ ഇൻസൾട്ട് നമുക്ക് കിട്ടുന്ന ഇൻസൾട്ടിനെ നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയെടുത്ത് ആ ഇൻസൾട്ടിൽ നിന്ന് നമ്മൾ ഉയർന്ന തലത്തിലേക്ക് എത്തണം. അതേസമയം നമ്മൾ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്താൽ അതിൽ നമുക്ക് എന്താ തിരിച്ച് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അവിടെയല്ലേ എല്ലാം തുടങ്ങുന്നത്.
ശൂർപ്പണഹയെ ഇൻസൾട്ട് ചെയ്ത് അയക്കുന്നു. ശൂർപ്പണഹ എന്ത് ചെയ്തു? നേരെ പോയി രാവണനോട് എന്താ പറയണത്? ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ശൂർപ്പണഹ പറയുന്നുണ്ടോ, ഞാൻ വേറെ ചില ആവശ്യങ്ങളാണ് അവിടെ ചെന്ന് പറഞ്ഞത്, അതവർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായെന്നല്ല ശൂർപ്പണഹ പറയുന്നത്. രാവണനോട് ചെന്ന് പറയുന്നത്, അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു, നിനക്ക് നന്നായി ചേരും, അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നിനക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിക്കണമെന്ന് തോന്നിയിട്ട് ആ സ്ത്രീയെ തരുമോ എന്ന് ചോദിച്ചതിനാണ് അവരെന്നോടിത് ചെയ്തതെന്നാണ് ശൂർപ്പണഹ പറയുന്നത്. ഉടനെ രാവണൻ പടപ്പുറപ്പാടായി. അവിടെയും നമുക്കൊരു ഉപദേശമുണ്ട്. ഒന്ന്, ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, വാക്കുകൊണ്ട് നമ്മൾ ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എന്നൊരു ഉപദേശം വരുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ രാവണൻ ശൂർപ്പണഹ വന്ന് പറഞ്ഞ് കേട്ട കാര്യം കേട്ട പാടി, കേട്ട പാതി കേൾക്കാത്ത പാതി, ഉടനെ തന്നെ അടുത്ത ഇതിനെതിരെ എന്ത് ചെയ്യാം, നമ്മളോടും പലരും വന്ന് പറയില്ലേ, ഇല്ലേ? അറിഞ്ഞോ നിങ്ങളെപ്പറ്റി അവരെന്താ പറഞ്ഞതെന്നറിയോ എൻ്റെ അടുത്ത്? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ അങ്ങനെ ചെയ്തോ? എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ വേറൊരാൾ പറയണ കാര്യം ഒരാളുടെ അടുത്ത് പറയണത് ഇഷ്ടമേ അല്ല. ഞാൻ ആരോടും പറയാറില്ല ഒരാളുടെയും കുറ്റം, പക്ഷെ ഞാൻ നിങ്ങളോടായതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പറയും. ഉടനെ നമ്മളിത് കേൾക്കുമ്പോൾ എന്താവും? ഷോ, അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, എന്തിനാ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്താ അവരോട് ചെയ്തേ? ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ശരി, എന്നാൽ ഇവർക്ക് ഞാൻ അങ്ങോട്ടൊരു പണി കാണിച്ചു കൊടുക്കാം. എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രശ്നത്തെ രൂക്ഷമാക്കി ഒടുവിൽ എവിടെയൊക്കെയോ ചെന്നെത്തും, എന്തിലൊക്കെയോ ചെന്നെത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാത്ത, നമ്മൾ കാണാത്ത ഒരു വസ്തു മറ്റൊരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിനും അതിന് മുന്നിൽ പ്രവർത്തിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം കൊടുക്കുക. അത് സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള സമയം കൊടുക്കുക. ഇല്ലെങ്കിൽ വലിയ നഷ്ടപ്പെടലുകൾ, വലിയ യുദ്ധങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും ജീവിതത്തിൽ. ചെറിയൊരു കാര്യം. ഒന്ന്, നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. രണ്ട്, നമ്മൾ ഇതുപോലെ ആരെങ്കിലും വന്ന് പറയണ കേട്ടുകൊണ്ടൊന്നും ഒന്നിനും പടപ്പുറപ്പാടെടുത്താതിരിക്കുക. ഒരു നിമിഷം ഒന്ന് ആലോചിക്കാൻ, ഒരു നിമിഷം ഒന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കാൻ വിടുക. എന്നിട്ട് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് മാത്രം അടുത്ത തീരുമാനം എടുക്കുക. അതാണ് അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഉപദേശങ്ങളാണ് രാമായണത്തിലേക്ക് ഉള്ളത്. അപ്പോൾ ഇനി രാമൻ സീതയെ നഷ്ടപ്പെടുന്നു. സീതയെ രാവണൻ വന്ന് കട്ടുകൊണ്ടുപോകുന്നു. ഈ സീതയെ കട്ടുകൊണ്ടുപോകുന്നതോടുകൂടി രാമനും ലക്ഷ്മണനും സീത അന്വേഷണത്തിലേക്കായി. രാമൻ വിലപിക്കുകയാണ്, അല്ലേ? അതിനു മുന്നേ തന്നെ വാത്മീകി ഒരു ഉപദേശം നൽകുന്നുണ്ട്. രാമായണത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഭാഗമാണെന്നാണ്. രാമനും സീതയും കൂടി ലക്ഷ്മണ സമേതനായിട്ട് വന്ന് വാത്മീകിയോട് ചോദിക്കുകയാണ്, ഈ സിറ്റുവേഷൻ ഇതാണ്, അതായത് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, കാട്ടിലാണ് ഇനി ജീവിക്കാൻ. പക്ഷെ കാട്ടിൽ എവിടെ ജീവിക്കും, എവിടെ താമസിക്കും? അപ്പോൾ രാമൻ വാത്മീകിയോട് ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് വാത്മീകിയോട്. അതൊരു വളരെ സാധാരണമായ ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ എവിടെയാണ് വസിക്കേണ്ടത്? അപ്പോൾ ആ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കൊട്ടാരത്തിൽ ജീവിച്ച ആൾ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞിട്ട് വന്നിരിക്കുന്നു, കാടിനുള്ളിൽ എവിടെയാണ് വസിക്കേണ്ടത്? ഒരു സാധാരണ ചോദ്യം അല്ലേ? നമ്മൾ ആ സിറ്റുവേഷനിലായാൽ അങ്ങനെയല്ലേ? നമ്മളെന്താ ചോദിക്കുക? ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എവിടെ വസിക്കുമെന്ന് ചോദിക്കും. പക്ഷേ അവിടുത്തെ ഉത്തരമാണ് ആ ചോദ്യത്തെ വ്യത്യസ്തമാക്കുക. ആ ചോദ്യത്തെ തന്നെ ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഉത്തരം എന്താണ്? അങ്ങ് വസിക്കേണ്ടത് നിസ്വാർത്ഥരായ ഭക്തരുടെ ഹൃദയത്തിലാണ് എന്ന് പറയുന്നിടത്ത് രാമായണം വേറൊരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ആ ഒരൊറ്റ ചോദ്യം എത്ര പെട്ടെന്ന് ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് എന്ന് വായിക്കുന്ന ഒരാളിലേക്ക് ഈ ഉത്തരം വരാണ്. നിസ്വാർത്ഥരായ ഭക്തരുടെ ഹൃദയത്തിലാണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ രാമതത്വം, സീതാതത്വം, ലക്ഷ്മണതത്വം നിറയും. അത് വായിക്കുമ്പോൾ തന്നെ അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. അതിൽ ആ ഓരോ വാക്കുകളും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വെറുമൊരു ചോദ്യമല്ല ഒന്നും, വെറുമൊരു വരികളല്ല ഒന്നും. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ നിമിഷവും ഓരോരോ പ്രേരണകൾ ഉൾക്കൊള്ളാനുണ്ട്. ആ പ്രേരണകൾ നമ്മളെ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഒന്ന്. അപ്പോൾ ഇനി അത്രയും നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? അതിനൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോൾ രാമായണം കർക്കിടക മാസത്തിൽ മുഴുവൻ പാരായണം ചെയ്തിട്ട് അടച്ചു വെക്കുമോ? അതോ നമ്മൾ ലൈഫിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുമോ? ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഒരു ട്രൈ നമുക്ക് നടത്തി നോക്കാം എന്ന് വിചാരിക്കാം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിശ്വാമിത്രൻ്റെ ഒരു വരവ് ഉണ്ടായേക്കാം, അതിനൊന്ന് പ്രതീക്ഷിക്കാം അല്ലേ? രണ്ട്, നമ്മളെങ്ങനെയാണ് വളർന്നു വന്നത്, ആ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളിലേക്ക് നല്ല പ്രേരണകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൈകേയിയുടെ അമ്മയെ മനസ്സിലാക്കുമ്പോൾ അതുപോലെ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനൊരു പാഠം എടുക്കാം അല്ലേ? അതുപോലെയാണ് ഭഗവാൻ എവിടെ വസിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ കൊടുക്കുന്ന ഉത്തരം കൊണ്ട് ആ ചോദ്യത്തെ നോബിളാക്കാം.
താൻ ആരാടോ എന്ന് എൻ്റെ മുന്നിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന് ചോദിച്ചാൽ, താൻ ആരാടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? താൻ ആരാടോ എന്ന് ചോദിക്കുന്ന ആ നിമിഷം തന്നെ നമ്മളുടെ ഈഗോ ഹേർട്ടായി, നമ്മൾ ചൂളിപ്പോയി, നമ്മൾ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഓഹോ എന്നെ ആരാണെന്ന് ചോദിക്കാൻ പാകത്തിന് ആളായോ എന്നുള്ള രീതിയിലായിരിക്കും ഒന്നുകിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആരാ എന്താ എന്നുള്ള കൺഫ്യൂഷനായിരിക്കും. പക്ഷെ ഞാൻ ആരാണ് എന്നുള്ളതിന് വ്യക്തമായ മറുപടി, അതായത് ഞാൻ എവിടെ വസിക്കുമെന്ന് ചോദിച്ചതിന് ഭക്തരുടെ ഹൃദയത്തിൽ വസിക്കുക എന്ന് പറയുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു മറുപടി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ ചോദ്യം എന്തായി? താൻ ആരാടോ എന്ന് ചോദിച്ചാൽ പരബ്രഹ്മത്തിൻ്റെ ഒരംശം എന്നുള്ള മറുപടിയാണെങ്കിൽ ആ ചോദ്യം എന്തായി? ഉയർന്ന തലത്തിൽ. ഇതുപോലെയാണ് നമ്മൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ നമ്മൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ മാറ്റിയെടുത്താൽ, നമ്മൾ ഹയർ ലെവൽസിലേക്ക് ഉത്തരം കൊടുത്താൽ ആ ചോദ്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. അതും രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അനാവശ്യമായി ആരെയും കളിയാക്കാതെ. ബോഡി ഷെയ്മിങ് ആയാലും ശരി, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവസ്ഥകളിലായാലും ശരി, ജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ആരെയും കളിയാക്കാതിരിക്കുക, ഒന്നിനും ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അവിടെ ഒരു മുറിവ് എങ്ങനെയാണ് ഉണ്ടാവുക, അത് ആ മുറിവ് എങ്ങനെ മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ കണ്ണൂരിൽ ഊർപഴച്ചിക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഭഗവതിയുടെ തെയ്യം കെട്ടും. ആ തെയ്യം കെട്ടുന്ന ഭഗവതി ഒരു വാക്ക് പറയും, അമ്പ് കൊണ്ട മുറിവുണങ്ങാം, കമ്പ് കൊണ്ട മുറിവുണങ്ങാം, വാക്ക് കൊണ്ട മുറിവുണങ്ങില്ല എന്ന് പറയും. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ശരിയാണ്, വാക്കുകൊണ്ട് ഏറ്റ മുറിവുകളൊന്നും ഒരിക്കലും മായില്ല. നമുക്കൊരു അടി കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങിപ്പോവും. പക്ഷെ ഒരാൾ നമ്മുടെ നേർക്ക് പ്രയോഗിച്ചൊരു വാക്കിൻ്റെ വേദന ചിലപ്പോൾ ഒരിക്കലും മായില്ല. അപ്പോൾ ആ വാക്ക് നമ്മൾ പ്രയോഗിക്കാതിരിക്കാൻ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. നമ്മളിൽ നിന്ന് അറിയാതെ പോലും അങ്ങനൊരു വാക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഒന്നിനും പടപ്പുറപ്പാടെടുക്കാതിരിക്കുക. ആദ്യം അതിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം റിയാക്ട് ചെയ്യുക. അതത്രയും രാമായണത്തിലെ പാഠം. ഇനി നമ്മൾ സീതാ അന്വേഷണത്തിലേക്ക് വരികയാണ്. സീതാ അന്വേഷണത്തിൻ്റെ പ്രധാന ഘട്ടം, രാമൻ ഈശ്വരനാണ് അല്ലേ, പരമാത്മ ചൈതന്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ. എന്നിട്ട് ശ്രീരാമന് സീതയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? എന്തുകൊണ്ട് സാധിച്ചില്ല സീതയെ കണ്ടുപിടിക്കാൻ? എന്തുകൊണ്ട് ഇത്രയും അന്വേഷിക്കേണ്ടി വന്നു? രാമൻ വിലപിക്കുന്ന പോലും ഉണ്ട്, വാവിട്ട് വിലപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാമൻ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയത്? ഈശ്വരനാണ് എങ്കിൽ പോലും ജീവാത്മാവിൽ നിന്ന് സാധനാ ഗുണത്തോടു കൂടിയിട്ടുള്ള, ഉപാസനയോട് കൂടിയുള്ള ശ്രമമുണ്ടെങ്കിൽ മാത്രമേ വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈശ്വരന് പോലും വഴി നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ, നമ്മൾ ആ മാർഗം തുറന്നിട്ട് കൊടുത്തില്ല എങ്കിൽ, നമ്മൾ ഈശ്വരന് നമ്മളിൽ പ്രവർത്തിക്കാനുള്ള വഴി നമ്മൾ ഒരിക്കലേ ഈശ്വരന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈശ്വരന് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ തയ്യാറായാൽ മാത്രമേ ഈശ്വരൻ നമ്മളിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആ വഴി ആരാണ് തുറന്നിട്ട് കൊടുക്കുന്നത്? രാമായണത്തിൽ സീതയുടെ അന്വേഷണത്തിനുള്ള, സീത എവിടെയാണ് എന്നുള്ള ആദ്യത്തെ സൂചന ആരാ തരുന്നത്? അത് പറയുന്നുണ്ട്, രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. രാവണനാണ് കൊണ്ടുപോയത്, ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. സീത ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ. പിന്നെ അതായത് ജടായുവിൻ്റെ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാമൻ സീത എവിടെയെന്നല്ലേ അന്വേഷിക്കുന്നത്? ശബരിയിലൂടെ, ഹനുമാനിലൂടെയാണ്. കറക്റ്റ്, ഹനുമാൻ എവിടെ നിന്നാണ് ആ ഉത്തരം കിട്ടുന്നതെന്ന് വെച്ചാൽ സ്വയംപ്രഭയിൽ നിന്ന്. സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കുള്ളിലെ രാമായണത്തിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മളുടെ ആ സെൽഫ് റിയലൈസേഷൻസിൻ്റെ പോയിന്റുകളെ പറഞ്ഞു തരുന്നത്. നമ്മൾ റിയലൈസ് ചെയ്യുന്ന നമ്മുടെ അന്തര ഗുഹകളിലാണ്. നമ്മളുടെ അകത്തെ ഗുഹ പറയിലെ പഞ്ചകോശങ്ങളിൽ ഓരോന്നും ഗുഹകളാണെന്ന് പറയും. ശരീരമാകുന്ന ഗുഹ, അതിനകത്ത് മനസ്സാകുന്ന ഗുഹ, പിന്നെ പ്രാണനാകുന്ന ഗുഹ, വിജ്ഞാനമാകുന്ന ഗുഹ, ആനന്ദമാകുന്ന ഗുഹ. ഈ ഗുഹകൾക്കുള്ളിൽ എവിടെയോ ആണ് ആത്മചൈതന്യത്തിൻ്റെ പ്രഭാവം ഇരിക്കുന്നത്. ഇതന്വേഷിച്ച് പോയത് ഹനുമാനും സംഘവുമാണ്. പലരും 4 പിരിഞ്ഞു, 4 വഴിക്ക് പോയി. തെക്കോട്ട് പോയവർ മാത്രം നേരെ സ്വയംപ്രഭയുടെ അടുത്തേക്കാണ്. സ്വയംപ്രഭ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വയം പ്രകാശിക്കുക. അവിടെ ഒരു വലിയ തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ സ്വയം പ്രകാശിച്ചാൽ മാത്രമേ, നമുക്ക് പ്രകാശം വെളിയിൽ നിന്ന് വരില്ല, പുറത്ത് നല്ല പ്രകാശം വരുന്നത്, അത് അകത്തുനിന്ന് ഉണ്ടാവണം. അകത്ത് ലൈറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പുറത്ത് എത്ര ദീപം തെളിയിച്ചിട്ടും ഒരു ദീപാവലി തന്നെ നടത്തിയിട്ടും കാര്യമില്ല, അകത്ത് വെളിച്ചുണ്ടാവണം. ഈ അകത്ത് വെളിച്ചം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്വയം പ്രകാശിക്കാനുള്ള നോളജ് ഉണ്ടാവണം, സത്യമുണ്ടാകണം. അപ്പോൾ ആ സ്വയം പ്രകാശം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ഈ ഗുഹകളിലാണ്. മനസ്സിലായില്ലേ? അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ഇങ്ങനെ ഓരോരോ കോശങ്ങൾക്കുള്ളിലൂടെ നമ്മൾ സഞ്ചരിച്ച ആ ഏറ്റവും അകത്തെവിടെയോ ആണ് ആ ആനന്ദം അല്ലെങ്കിൽ ആ പ്രകാശം ഇരിക്കുന്നത്. ആ ഗുഹ തേടി പോവാൻ
ഹനുമാന് സാധിച്ചു. അതെന്തുകൊണ്ടാണ്? ഹനുമാന് സാധനാ ഗുണമുണ്ട്. ഹനുമാൻ വായുപുത്രനല്ലേ. വായു, പ്രാണവായു ക്രമത്തിൽ ഉപയോഗിക്കുകയും പുറത്തേക്കെടുക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു സാധനയാണ്. ആ സാധനാ ഗുണമുള്ളത് കൊണ്ടാണ് ഹനുമാന് മാത്രം സീതാദേവി എവിടെയാണെന്നുള്ള സൂചന കിട്ടുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഹനുമാനെങ്കിലേക്ക് വന്ന് ഹനുമാൻ ഇവിടെ വന്ന് കാര്യം പറയുന്നു. ഹനുമാന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമന് മെൻറ്ററായിട്ട് അല്ലെങ്കിൽ ശ്രീരാമന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശ്രീരാമന് പരാശക്തിയോട് ചേരാനുള്ള എല്ലാ ഉപദേശവും ആരാ കൊടുത്തത്? വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ വന്നു, മെൻറ്ററായിട്ട് നിന്നു, ആ ഒരു ഘട്ടം കഴിഞ്ഞു പോയി. ഹനുമാൻ ഇതുപോലൊരാളുണ്ട്. ആരാ? ജാംബവാൻ അല്ലേ. ജാംബവാനാണ്. ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് ജാംബവാൻ പറയണം, എങ്കിലേ ഹനുമാനിൽ ആ ശക്തി ഉണർന്നു വരും. ജാംബവാൻ എന്ന് പറയുന്നത് രാമായണത്തിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമ്മൾ പറയും വൃദ്ധനായിട്ടാണ് ജാംബവാനെ കാണിക്കുക, അല്ലെ? വളരെ വൃദ്ധനായിട്ടുള്ള ജാംബവാൻ. ജാംബവാൻ എന്ന് വെച്ചാൽ വൈദ്യത്തിലെ ഏറ്റവും വിഷത്തെയെല്ലാം ഇല്ലാണ്ടാക്കി കളയുന്ന ഏറ്റവും വലിയ ഔഷധങ്ങളെക്കുറിച്ചുള്ള നോളേജ് ജാംബവാനാണ് ഉണ്ടായിരുന്നത്. ഈ ലോകത്തെ മുഴുവൻ യാത്ര ചെയ്ത് മനസ്സിലാക്കിയിരുന്ന ഒരു നല്ല സഞ്ചാരിയാണ് ജാംബവാൻ. ഒരു സഞ്ചാരിക്ക് മാത്രമാണ് അനുഭവ ഗുണം കൂടുക. ഒരേ ദേശത്ത് തന്നെ താമസിക്കുന്ന ആളെക്കാൾ കൂടുതൽ പല ദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്ക് അനുഭവം ഗുണം കൂടില്ലേ. ജാംബവാൻ ഒരുപാട് ദേശങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ്. ഏറ്റവും നല്ല സഞ്ചാരിയാണ് ജാംബവാൻ, ഏറ്റവും നല്ല വൈദ്യനാണ്. അത്രയും അറിവുള്ളത് ആയിട്ടുള്ള ജാംബവാൻ വൃദ്ധനാണ്. എന്തുകൊണ്ടായിരിക്കും ജാംബവാൻ വൃദ്ധനായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം രാമായണത്തിൽ ജാംബവാനെ വൃദ്ധനായിട്ട് കാണിക്കുന്നത്? വർദ്ധിത വീര്യം, അതായത് വർദ്ധിത അനുഭവ ഗുണം. ഒരു വൃദ്ധന് മാത്രമേ അനുഭവ ഗുണം കൂടുതലുണ്ടാവുള്ളൂ. നമ്മൾ പറയില്ലേ, കൂടുതൽ ഓണം ഉണ്ടിട്ടുണ്ട് ഞാൻ, നമ്മൾ പറയില്ലേ നിന്നെക്കാൾ ഓണം ഞാൻ ഉണ്ടിട്ടുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഈ വർദ്ധിത അനുഭവ ഗുണം എങ്ങനെ ഉണ്ടാവണം? നമുക്ക് ജീവിച്ച് ഓരോ വർഷം കഴിയുമ്പോൾ, അപ്പോൾ വയസ്സായി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ പ്രയോഗമാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് മരിക്കാനുള്ള സമയമായി എന്നുള്ള അർത്ഥം അല്ല ഉള്ളത്. വാർദ്ധക്യം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വർദ്ധിത വീര്യം എന്നാണ്. വർദ്ധിതമായ അനുഭവ ഗുണം, ആരാലും തോൽപ്പിക്കാനാകാത്ത അനുഭവ ഗുണമാണ്. 70 വയസ്സുള്ള ആൾക്ക് 70 വർഷത്തിൻ്റെ അനുഭവമാണ്. അത് വേറൊരാൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. 30 വയസ്സായ ഒരാൾക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. 80 വയസ്സായാൽ അത്രയും കൂടെ കൂടി. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ വൃദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ വൃദ്ധയാണ്, എൻ്റെ ജീവിതം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? മരിക്കണം. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? മരിക്കുക തന്നെ. അപ്പോൾ മരിക്കുന്നവരെ പിന്നെ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം, ഡെയിലി രാവിലെ മുതൽ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ, ഒന്നുകിൽ അങ്ങനെ ജീവിക്കുക. അല്ലെങ്കിലോ തിരിച്ച് വയസ്സായി ഇനി ഇന്ന് മരിക്കുമോ, ഇപ്പം മരിക്കുമോ, അയ്യോ എനിക്ക് ശ്വാസം കിട്ടാതെ വരുമോ, ഞാൻ മരിച്ചു പോവോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടുള്ള ഭയം മറ്റൊരു വശത്ത്. പക്ഷേ നമ്മളിലൊരു പർപ്പസ് ഉള്ളത് കൊണ്ടല്ലേ ഈശ്വരൻ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്ന. ഭഗവാൻ അറിയില്ലേ? ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഒരു നിമിഷം ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അവിടെ ഒന്ന് നിന്നാൽ കഴിഞ്ഞു. ഈ മോചിത എന്ന് പറയുന്ന അഹംഭാവവും അഹങ്കാരവും ഒക്കെ കഴിഞ്ഞു, ഈ പറയുന്ന വാക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, ഇങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അനുഭവ ഗുണങ്ങൾ കാലാകാലങ്ങളിൽ നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ നിർത്തണമെങ്കിൽ, നമ്മുടെ കൊണ്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞുവെങ്കിൽ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകാൻ ഈശ്വരൻ അറിയാമെന്നിരിക്കെ നമ്മളെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മൾക്ക് ജീവിക്കാൻ ഒരു പർപ്പസ് ഉണ്ട്, നമ്മളൊരു കാര്യമുണ്ട് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ കാര്യം അന്വേഷിച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ ഉത്സാഹഭരിതമാക്കണം. അല്ലാതെ വയസ്സായി എന്ന് പറഞ്ഞ ഒരു കാരണവശാലും വീട്ടിനുള്ളിലിരിക്കരുത്. കാരണം നിങ്ങൾക്ക് വയസ്സായി എങ്കിൽ നിങ്ങളോളം അനുഭവ ഗുണമുള്ള മറ്റൊരാളില്ല എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടക്കുറുമ്പക്കാരനെ കുറിച്ചാണ് പറയട്ടെ. 75 വയസ്സായ ഒരാൾക്ക് പറയാനാകുന്ന കാവ്യന്റെ ഐതിഹ്യവും ചരിത്രവും 35 വയസ്സായ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസ് എന്തിനാണ്? ഈ കാവിനെ കുറിച്ച് പറയാൻ, ലോകത്തോട് പറയാൻ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ തറവാടിനെ കുറിച്ച് പറയാൻ, നമ്മുടെ അനുഭവ ഗുണങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വാർദ്ധക്യം എന്നത് ഒരു കാരണവശാലും ഒരു നെഗറ്റീവായിട്ട കാര്യമായിട്ട് എടുക്കരുത്. എനിക്ക് വയസ്സായി പോയി എന്ന നിരാശയിലും ആകരുത് ഒരു കാരണവശാലും. വയസ്സെന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. പക്ഷേ വർഷം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ ഉണ്ടാകുന്നത്? അനുഭവ ഗുണം. ആ വർദ്ധിതമായ ഗുണം വീര്യമാണ് ജാംബവാൻ.
അതുകൊണ്ടാണ് വൃദ്ധൻ, ജാമ്പവാൻ വൃദ്ധനായിരിക്കുന്നത്. ആ അനുഭവ ഗുണം ഉണ്ടെങ്കിലും ഇത്രമാത്രം യാത്ര ചെയ്ത്, ഇത്രകാലം ജീവിച്ച്, ഇത്രമാത്രം ആൾക്കാരെ കണ്ട്, ഇത്രമാത്രം മാറ്റങ്ങൾ കണ്ട്, ഇത്രമാത്രം പൗർണമികളും അമാവാസികളും കണ്ട്, അതിലെ മാറ്റം കണ്ട്, പ്രകൃതിയെ കണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഹനുമാനോട് പറയാൻ പറ്റൂ, നിൻ്റെ ഉള്ളിലുണ്ട് ആ ശക്തി, നീ ഈ കാണുന്ന നീയല്ല, അകത്ത് വേറൊരാളാണ്, ആ ശക്തി നിനക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ജാമ്പവാനെ സാധിക്കുള്ളൂ. അപ്പോൾ ആ ജാമ്പവാനിലൂടെ തൻ്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഹനുമാന് ലങ്കയിലേക്ക് ചാടിക്കടക്കാനുള്ള ശക്തി കൊടുക്കുന്നതും ഇതേ സാധനാ ഗുണം തന്നെയാണ്. അവനവൻ്റെ ഉള്ളിലെ ആ ആത്മഗുഹയിൽ നിന്ന് പ്രകാശിതമാകുന്ന ചൈതന്യത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഹനുമാൻ സീതാദേവിക്ക് അരികിലെത്തുന്നതും ആ അടയാളവാക്യം അവിടെ പറയാൻ പറ്റുന്നതും പിന്നെ ബാക്കിയുള്ള ലങ്കാദഹനം ഉൾപ്പെടെ, അതായത് രാവണൻ ആദ്യത്തെ സൂചന കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ വയസ്സായി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ശരിയല്ല. നമ്മളെക്കൊണ്ട് പർപ്പസുണ്ട്. ഏതോ ഹനുമാന്മാർക്ക്, ഏതോ ആഞ്ജനേയന് തൻ്റെ സ്വയം ശക്തിയെ അറിയാൻ നമ്മൾ വേണം, അല്ലേ? അല്ലെങ്കിൽ ഏതോ ഒരു ചെടിക്ക് പൂക്കാനും കായ്ക്കാനും നമ്മുടെ പ്രസൻസ് വേണമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ നിർത്തിയിരിക്കുന്നത്, അല്ലേ? നമ്മുടെ വീടിൻ്റെ നേരെ എതിരെയുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഒരു പുഞ്ചിരി കൊടുക്കാനായിരിക്കും നമ്മളെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ദാഹിച്ച് വളർന്നൊരു പക്ഷിക്ക് ഒരു പാത്രത്തിൽ ചിരട്ടയിൽ കുറച്ച് വെള്ളം കൊടുക്കാനായിരിക്കും നമ്മുടെ പർപ്പസ്. പക്ഷേ ആ പർപ്പസ് നമുക്കുണ്ട്, നമ്മളത് ഭംഗിയായി നിർവഹിച്ചേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ വയസ്സായി പോയിന്നോ, പ്രായമായി പോയിന്നോ, അല്ലെങ്കിൽ കാലം കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടിരിക്കാൻ പാടില്ല. രാമായണം അത് വ്യക്തമായി പറഞ്ഞു തരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ തത്വങ്ങൾ, കുറേ കാര്യങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് പറയാനായിട്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു രാമായണത്തിൻ്റെ ഓർഡറിലേക്കാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകണം. മാരീചൻ, സ്വർണ്ണമാനായിട്ട് വരുന്ന മാരീചൻ, ആ മാരീചനോട് നമുക്ക് തോന്നുന്ന, സ്വർണ്ണത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അത് നമ്മളെ എവിടേക്ക് കൊണ്ടെത്തിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്ന രാമായണം അവസാനിക്കുമ്പോൾ നമ്മൾ പട്ടാഭിഷേകത്തിൽ, നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചു തീർക്കുമ്പോൾ പട്ടാഭിഷേകത്തിൽ, ആ പട്ടാഭിഷേകത്തിൽ തന്നെ നിൽക്കട്ടെ അത്. അതായത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ അൾട്ടിമേറ്റായിട്ട് എവിടെ എത്തുന്നു, എങ്ങനെ എത്തുന്നു? അത് രാജാവിൻ്റെ പദവിയിലേക്ക് എത്തുന്നു, എല്ലാം തിരിച്ചു പിടിക്കുന്നു, തൻ്റെ കിരീടം ധരിക്കുന്നു, സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിക്കുന്നു, ആ രാജ്യത്തെ നന്നായി ഭരിക്കുന്നു. ആ പട്ടാഭിഷേകത്തിലായിരിക്കണം മനസ്സ് എപ്പോഴും നിൽക്കുന്നത്. അതൊരു ആനന്ദമാണ്. പട്ടാഭിഷേകം എന്ന് പറയുന്നത് നമ്മളിതിലെല്ലാം കൂടി പോയാലും അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ആനന്ദമാണ് പട്ടാഭിഷേകം. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വാത്മീകിയുടെ അവസ്ഥയിലെത്തിയേക്കാം. നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ എവിടേക്കോ ചില രത്നാകരന്മാർ കിടപ്പുണ്ടാവാം, അല്ലേ? ആ രത്നാകരന്മാരെ മനനം ചെയ്ത് രാമ 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 എന്ന് നമ്മൾ തന്നെ ഒരു വാത്മീകമുണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. എത്രയോ വാത്മീകങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളല്ലേ എല്ലാത്തിനെയും വ്യക്തമായും ചൈതന്യവത്തായിട്ടും കാണാൻ പറ്റുന്നത്, അല്ലേ? അതുപോലെ നമുക്കും പുറത്തേക്ക് വരാം, പുനർജനിക്കാം. ഓരോ കർക്കിടക മാസത്തിലും ഓരോ തവണ രാമായണം പാരായണം ചെയ്യുമ്പോഴും ഇന്നലെ വരെ ഉള്ളതുകളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ശുദ്ധരാകാം. എന്ത് ദുഃഖം, എന്ത് ആദിവ്യാധികൾ, എന്താണ് ആദിവ്യാധി? അവസാനം എത്ര കാലം? ഇത്രയേ ഉള്ളൂ ജീവിതം. ഈ ആദിവ്യാധികളെ പേറി നമ്മൾ എവിടം വരെ കൊണ്ടുപോകും? മരണത്തെ ഭയന്ന് നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകും, അല്ലേ? വളരെ കുറച്ച് കാലമേ ഉള്ളൂ ജീവിതം. ആ ജീവിതത്തെ നമ്മൾ സ്വസ്ഥമായും അർത്ഥവത്തായും ആഴമുള്ളതായും ജീവിക്കുക, ആനന്ദത്തോടു കൂടി ജീവിക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് വന്നാലും ഓക്കെ, രാജാവാകുമോ സന്തോഷം. രാജാവായില്ലേ, കാട്ടിലേക്ക് പോണോ? ഓക്കെ, കാട്ടിലേക്ക് പോവാം. കാട്ടിലവിടെ പോയി ആ തത്വങ്ങളെ അറിയുക, ആ സത്യത്തെ അറിയുക, മനസ്സിലാക്കുക. ഇനി യുദ്ധം ചെയ്യണോ, യുദ്ധം ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിക്കുക. പാഠങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നാൽ ജീവിതം എന്നത് ഒരു മഹാസത്യം. സീത എന്ന് പറയുന്ന ആത്മവിദ്യയാണെന്നാണ് പറയുക. ഈ ആത്മവിദ്യയെ ഹനുമാന് മാത്രമേ തിരഞ്ഞെടുത്ത് കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആത്മവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ കോൺഷ്യസ്നെസ്സാണ്. ആ പ്യുവർ കോൺഷ്യസ്നെസ് എപ്പോഴും എന്തിലേക്കാണ് ചേരേണ്ടത്? പരബ്രഹ്മത്തിലേക്കാണ്. ആ പരബ്രഹ്മം ശ്രീരാമനും പ്യുവർ കോൺഷ്യസ്നെസ് സീതയുമാകുമ്പോൾ നമ്മളുടെ ശ്രദ്ധയാണ് ലക്ഷ്മണൻ. ശ്രദ്ധ സദാ ഉണ്ടെങ്കിലേ ഇവർ രണ്ടുപേരുടെയും ആക്ഷൻസ് നമുക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ശ്രദ്ധയുണ്ടായാൽ പോലും ചിലപ്പോൾ ആത്മവിദ്യയെ നമ്മുടെ ദുരഭിമാനം കൊണ്ടുപോകാം. രാവണൻ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ദൗർബല്യങ്ങളാണ്. രാവണൻ ശരിക്കും പറഞ്ഞാൽ രാവണനെ പോലെ ഒരു നല്ല കലാകാരൻ,
രാവണനെ പോലെ നന്നായിട്ട് എഴുതുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പുകഴ്ത്തും. ഇപ്പോഴത്തെ കാലത്ത് രാവണനെക്കുറിച്ച് പറയുന്നതിന് രാഷ്ട്രീയമായി, രാമനും രാവണനും. പക്ഷേ രാമനും രാവണനും ഒരേപോലെ ശിവഭക്തരാണ്, ഒരേപോലെയാണ് എല്ലാ കാര്യം. കലയുടെ കാര്യത്തിൽ രാവണന് കുറച്ച് കൂടുതൽ കഴിവുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ എന്ത് കാര്യം, ഒരൊറ്റ ദൗർബല്യം കൊണ്ട് എല്ലാ ഗുണങ്ങളെയും കളയുന്നു രാവണൻ. ഒരൊറ്റ ദൗർബല്യം കൊണ്ട്, ചെയ്യാൻ പാടില്ലാത്തത്, അരുതാത്തത് ചെയ്തത് കൊണ്ട്. രാവണൻ തനിക്ക് കിട്ടിയ കാലത്തെ നശിപ്പിച്ചു. കാലം എന്നത് തിരിച്ചിട്ടാൽ എന്താകും? കാലം മലയാളത്തിൽ എതിര് തിരിച്ചിടൂ. ലങ്കയിലാണ് രാവണൻ വസിക്കുന്നത്. തനിക്ക് കിട്ടിയ കാലത്തെ, തനിക്ക് അനുഗ്രഹമായി കിട്ടിയ ജന്മത്തെ കാലത്തെ തലതിരിച്ചിട്ട് നശിപ്പിച്ചുകൊണ്ട് രാവണൻ ജീവിച്ചത് കൊണ്ടാണ് രാവണന് പരാജയപ്പെടേണ്ടി വന്നത്. അപ്പോൾ ആ രാവണനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വിഭീഷണൻ രാവണനോട് ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് രാവണൻ്റെ തലയ്ക്ക് കയറുന്നുണ്ടോ? വേണ്ടാത്തടത്ത് ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞു നോക്കുക 1-2 തവണ, പിന്നെ അനുഭവത്തിലൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി വിട്ടുകൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തെ കാണേണ്ടത്. ഇനി രാമൻ തന്നെ മറ്റൊരു ഘട്ടത്തിൽ വിഭീഷണനോട് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ട വേറൊരു കാര്യം, രാമൻ്റെ ശത്രുവായിട്ട് രാവണൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. രാമൻ്റെ ശത്രുവാകുന്നു, രാവണനെ ഒടുവിൽ രാമൻ നിഗ്രഹിക്കുന്നു. നിഗ്രഹം എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സംസ്കാരക്രിയകൾ ചെയ്യണ്ടേ? ഈ സംസ്കാരക്രിയകൾ ചെയ്യേണ്ട സമയത്ത് വിഭീഷണൻ പറയാണ്, എനിക്ക് പറ്റില്ല ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രാവണൻ ഇത്രയും തെറ്റ് ചെയ്ത ആളാണ്, ആളുടെ സംസ്കാരക്രിയ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പാപം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയാണ്, അങ്ങതിപ്പോൾ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങേക്ക് വേണ്ടി ഞാനത് ചെയ്യും. ആ സംസ്കാരക്രിയകൾ അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്യും. കാരണം മരണം എല്ലാത്തിനെയും ഇല്ലാതാക്കും. മരിച്ചു കഴിഞ്ഞ ഒരാളുടെ കർമ്മത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. മരിച്ച ആൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അയാൾക്ക് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വിഭീഷണനെ ഉപദേശിക്കുക. അവിടെ ശത്രുതയില്ല, ദേഷ്യമില്ല, കഴിഞ്ഞു അതെല്ലാം. അതുപോലെയാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു നെഗറ്റിവിറ്റിയും ഒരു പോസിറ്റിവിറ്റി. അതാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് രാമനും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് രാവണനും. അപ്പം നമ്മൾ ആ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നെഗറ്റീവ് തോട്ടായ രാവണനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്, ആ രാവണൻ അങ്ങനെയല്ലേ, രാവണൻ ഇങ്ങനെയല്ലേ, കഴിഞ്ഞു, അതവിടെ മരിച്ചു, അതിൻ്റെ ക്രിയകൾ കഴിഞ്ഞു, പിന്നെ വിട്ടേക്കുക, പിന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അതുപോലെയാണ് നമ്മളെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഇല്ലാതെയാക്കുന്ന, നമ്മളെ പോസിറ്റീവായിട്ട് അനുനിമിഷം ഉണർത്തിക്കൊണ്ടേയിരിക്കുന്ന രാമായണം. ഇരുട്ട് മായണം, വെളിച്ചം ഉണ്ടാകണം, രമയെ അറിയണം, രാമൻ്റെ സഞ്ചാരങ്ങളിൽ സദാ കൂടെ ഉണ്ടാവണം. രാമൻ്റെ സഞ്ചാരം രാമൻ്റെ മാത്രം സഞ്ചാരം അല്ല, നമ്മളുടെ കൂടി സഞ്ചാരമാണ്. ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ നിന്നിട്ടുള്ള ഘട്ടങ്ങൾ തന്നെയാണ് രാമനും പലപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ല രാജാവായിക്കൊണ്ട് രാമൻ പലതും നമുക്ക് ബോധ്യപ്പെടുത്തരുത്. രാമനെക്കുറിച്ച് പറയുമ്പോൾ ബാലിയെ നിഗ്രഹിച്ചതും അതുപോലെ സീതയെ ഉപേക്ഷിച്ചതും ഒക്കെ പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കും, അല്ലേ, എന്തിനങ്ങനെ ചെയ്തു, അത് മോശമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. രാമായണത്തിൽ 3 ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്: മനുഷ്യധർമ്മം, അസുരധർമ്മം, വാനരധർമ്മം. വാനരധർമ്മവും മനുഷ്യധർമ്മവും ഒരുപോലെ അല്ല. അതിൽ വാനരധർമ്മത്തിൽ ബാലി വീഴ്ച വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ബാലിയെ ഒളിയമ്പെയ്യാൻ ശ്രീരാമൻ തയ്യാറാകുന്നതും. അതുമാത്രമല്ല, ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഒരു ഫോക്കസ് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമെന്ന് പറയുന്നത് സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ്. സീതയെ കണ്ടെത്തുവാൻ രാവണനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ് ബാലി. രാമൻ ചെന്ന് ബാലിയോടാണ് സഖ്യം ചേരുന്നതെങ്കിൽ ബാലി നേരെ ചെന്ന് രാവണനോട് പറയും, ആ സീത അങ്ങോട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുത്തു, കാര്യം സോൾവായി. പക്ഷേ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ബാലിയും രാവണനും തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതല്ലാതെ സുഗ്രീവൻ വഴി എന്തുകൊണ്ടാണ് പോണേന്ന് വെച്ചാൽ, ഇത്തരം ചില കാര്യങ്ങളിൽ ചില ക്ലെൻസിങ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കണം. കർമ്മങ്ങളിൽ ചില സ്ഫുടം ചെയ്യലുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ സീതാദേവിയെ ഉപേക്ഷിക്കുന്ന കാര്യത്തിലായാലും, അത് നമ്മളുടെ രാമായണത്തിൽ, ഉത്തരരാമായണത്തിലാണ് പറയുന്നത് എങ്കിൽ പോലും, സീതാദേവിയെ ഉപേക്ഷിക്കുന്ന രാമനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു രാജാവ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടറാണ് നമ്മളുടെ കുട്ടിക്ക് പനിയാണ്, നമ്മളുടെ കുട്ടിക്ക് നല്ല പനിയാണ്, നമ്മുടെ സ്വന്തം കുഞ്ഞിന് പനിയായിരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് ഒരു കുട്ടികളുടെ ഡോക്ടറാണെന്ന് വിചാരിക്കുക, അദ്ദേഹം ചികിത്സിക്കുന്ന ഒരു കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സർജറി അപ്പം ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയുടെ മരണം സംഭവിക്കും. അങ്ങനൊരു ഘട്ടത്തിൽ ഈ ഡോക്ടർ തൻ്റെ പനി പിടിച്ച കുഞ്ഞിനെ സംരക്ഷിക്കുന്നതും ധർമ്മമാണ്. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയാൽ ആ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, അവിടെ പനി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടത് ഒരു ഡോക്ടർ? നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ആ ജീവൻ രക്ഷിക്കേണ്ട, ആ കുട്ടി മരിച്ചു പോട്ടെ, ഈ കുഞ്ഞിൻ്റെ പനി മാറ്റിയാൽ മതി എന്ന് പറയുമോ? അതോ അല്ല, ഡോക്ടറാണ്, അദ്ദേഹം ചെന്നാലേ അവിടെ ജീവൻ രക്ഷപ്പെടൂ, ഈ കുഞ്ഞിന് പനിയല്ലേ ഉള്ളൂ, തൽക്കാലം മാറ്റാം,
നമുക്ക് അവിടെ പോയി അത് രക്ഷിക്കാം എന്ന് പറയുമോ? ഏതാ പറയുക? ജീവൻ രക്ഷിക്കാൻ പറയും. അതുതന്നെയാണ് രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രാമൻ ചെയ്യുന്നത്. ഒരുപാട് പ്രജകളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു തീരുമാനം എടുക്കണോ, അതോ അവർക്ക് സ്വസ്ഥത നൽകുന്നതിന് സീതയ്ക്ക് മാത്രം അസ്വസ്ഥത നൽകുന്ന ഒരു തീരുമാനം എടുക്കണോ? എന്നിട്ട് രാജാവ് തീരുമാനിക്കുമ്പോൾ എന്തായിരിക്കും എടുക്കുക? രാമന് സീതയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടും സീത അതെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ടും ഒരു രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂ. തൻ്റെ പ്രജകളെക്കുറിച്ച് ചിന്തിച്ചേ മതിയാവുള്ളൂ. 10,000 വരുന്ന പ്രജകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 10,000 പ്രജകളെ ഉപേക്ഷിക്കുന്നതാണോ, അതോ തൽക്കാലം തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള സീതയെ ഉപേക്ഷിക്കുന്നതാണോ നല്ലത് എന്ന ചിന്ത വരുമ്പോഴാണ് ഈ ഒരു രാമൻ്റെ ചെയ്തി അല്ലെങ്കിൽ രാമൻ്റെ ആ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ രാമായണത്തെ, ഇങ്ങനെ മഹാഭാരതത്തെ അടുത്തടുത്തറിഞ്ഞാൽ ഭാഗവതത്തെ ഒക്കെ നമ്മൾ ഇതേപോലെ തത്വത്തിൽ ഉള്ളിലേക്കെടുത്ത് അപ്ലൈ ചെയ്യുക. കർക്കിടകത്തിൽ ഈ ഇത്രയും നാൾ രാമായണം പാരായണം ചെയ്യുക, പിന്നെ ആ പുസ്തകം മടക്കി വയ്ക്കുക, അടുത്ത രാമായണ കാലം വരുമ്പോൾ മാത്രം നിവർത്തി വയ്ക്കുക. അങ്ങനെയല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കട്ടെ. അതാണ് ഈ കഥ രാഘവീയം എന്നുള്ളതിലൂടെ ഓരോ മനുഷ്യരിലും പറഞ്ഞു തരാനുള്ള തത്വം. ഇത്രയൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ച രാമായണത്തിലൂടെ ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന തത്വങ്ങൾ ഇതൊക്കെയാണ്. അതാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ വലിയ സന്തോഷം. സംശയങ്ങളുണ്ട് എങ്കിൽ അത് ചോദിക്കാം, നമുക്ക് സംസാരിക്കാം. എനിക്കറിയുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു തരും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ഉത്തരത്തെ അന്വേഷിച്ച് കണ്ടെത്താം. ഈ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായി ജ്ഞാനത്തെ അന്വേഷിച്ച് കണ്ടെത്തിയും ആ കണ്ടെത്തുന്ന ജ്ഞാനത്തിൽ ആനന്ദിച്ചും ഒക്കെ മുന്നോട്ട് പോകാനുള്ളതാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്ന കാര്യമാണ്. പരമമായ ജ്ഞാനമാണ് നമ്മളെ ഉണർത്തുന്നത്. അപ്പോൾ ഒരു രാമായണ മാസക്കാലം ഏവരുടെയും മനസ്സിനെ അതിൻ്റെ ഒരു ഉന്നതിയിലേക്ക്, അതിൻ്റെ ഒരു ഊർജ്ജ പ്രവാഹത്തിലേക്ക് എത്തിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഊർജ്ജസ്വലമായി ജീവിക്കാൻ, ആനന്ദത്തോടു കൂടി ജീവിക്കാൻ മാത്രമേ കാരണമുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ നിരാശപ്പെടാനൊരു കാരണം ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ ജീവിതത്തെ കാണുന്നുണ്ട്, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അനുഗ്രഹീതരാണ്, നമ്മൾ ബ്ലെസ്ഡാണ് എന്ന് മനസ്സിലാക്കുക. ആ ജീവിതത്തെ അനുനിമിഷം നല്ല രീതിയിൽ വയസ്സായി പോയിന്നോ, രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞോ അലസരാകാതിരിക്കുക. ഊർജ്ജസ്വലരായി ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് വരിക. അനുനിമിഷം നമുക്ക് ജീവിത തത്വങ്ങളെ ഇങ്ങനെ രാമനിലൂടെ അറിഞ്ഞ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ അറിഞ്ഞ്, നാരായണനിലൂടെ അറിഞ്ഞ്, സാക്ഷാൽ മഹാദേവനിലൂടെ അറിഞ്ഞ്, പരാശക്തിയിലൂടെ അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ളതായിരിക്കട്ടെ നമ്മുടെ ധർമ്മത്തെ, ഹിന്ദുധർമ്മങ്ങളെ നമ്മൾ അറിയുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. അവനവനെ ഉണർത്തുക. മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മൾ അങ്ങനെ അടച്ച് ഫോളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളറിയാം അവനവനിലെ ബ്രഹ്മതത്വത്തെ, ബ്രഹ്മജ്ഞാനത്തെ. ആ ബ്രഹ്മം നമ്മളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ആ പരമമായ അറിവ് നമ്മളിൽ തന്നെയാണ് കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പ്രകാശം നിറഞ്ഞു നിൽക്കട്ടെ. ഈ വെളിച്ചം നമ്മളിൽ സദാ ഉണ്ടാകട്ടെ. മായട്ടെ. ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും സഞ്ചാരത്തിലൂടെ അനുഭവജ്ഞാനം നേടിയിട്ടുള്ള മഹതി ശ്രീമതി മോചിത മോക്ഷ രാമായണത്തിലൂടെ നടത്തിയ ഈ ഒരു സഞ്ചാരം നമ്മുടെ ഈ ജന്മത്തിൽ മറക്കില്ല. ഒരു നിർഗളം പ്രവഹിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിന് നമ്മുടെ അമ്പല കമ്മിറ്റിയുടെ പേരിലും കഥ രാമായണം സംഘാടകരുടെ പേരിലും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഉപഹാര സമർപ്പണത്തിനായിട്ട് മോഹനേട്ടനെ ക്ഷണിച്ചു. മനോഹരമായൊരു തോൽപ്പാവക്കൂത്തിൻ്റെ ദൃശ്യമല്ലേ ഈ കണ്ടക്കുറുമ്പക്കാവിൽ നിരന്തരമായിട്ട് ഇങ്ങനെ പാവക്കൂത്ത് നടക്കാറുണ്ട്. രാമചന്ദ്ര പുലവരുടെ തോൽപ്പാവക്കൂത്ത് നടക്കുന്ന ക്ഷേത്രം കൂടി ഒരു വളരെ വിശേഷമായിട്ടുള്ള. തീർച്ചയായിട്ടും ഇതുണ്ടല്ലോ, ഇത് ടെറാക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്, മണ്ണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. സോ അതിനകത്തുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഗന്ധമുള്ള ഒരു ഉപഹാരം. ഈ ഒരു ഉപഹാരം എത്രമാത്രം വിലമതിക്കുന്നതാണെന്ന് പറയാൻ വാക്കുകളില്ല. കൃഷ്ണദാസ് അദ്ദേഹമാണ് ഇത് മണ്ണിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. മണ്ണിൽ ചെയ്തെടുത്തിരിക്കുന്ന തോൽപ്പാവക്കൂത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. തോൽപ്പാവക്കൂത്ത് നിരന്തരമായിട്ട് ഈ ക്ഷേത്രഭൂമിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ ഒരു വിശേഷമായ കലാരൂപമാണ്. നമ്മളുടെ ഉള്ളിലേക്ക് കഥകൾ സംവദിക്കുന്ന, കഥകൾ എങ്ങനെയാണ് നമ്മളിലേക്ക് ഉള്ളിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൃശ്യത്തിലൂടെ അറിയുമ്പോഴാണ്. അപ്പോൾ ആദ്യകാലത്ത് ഒരു മീഡിയയും ഇല്ലാതിരുന്ന കാലത്ത്, മറ്റു മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് രാമായണത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് തോൽപ്പാവക്കൂത്തിലൂടെ ആയിരിക്കണം, നിഴലിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ആ നിഴൽ
നാടകം അല്ലെങ്കിൽ പാവക്കൂത്ത് നടക്കുന്ന ഒരു ക്ഷേത്രഭൂമിയിൽ പാവക്കൂത്തുമായി ബന്ധപ്പെട്ട ഒരു ശില്പം മണ്ണിൽ നിർമ്മിച്ച് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ജീവിതകാലം മുഴുവൻ നിറഞ്ഞ് എന്നും ഓർക്കുന്ന ഒരു ഉപഹാരം തന്നെയായിരിക്കും. ഒരുപാട് നന്ദി. ഇങ്ങനൊരു നല്ല ചിന്തയ്ക്ക് ശരിക്കും അത് അഭിനന്ദനം അർഹിക്കുന്നു. ഭക്തിസാന്ദ്രമായ ഒരു പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ലെസണും നല്ല ഒരു ക്ലാസ് ആയിരുന്നു അത്. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ജീവിത രീതി പോകേണ്ടത് എന്നുള്ളത് കൃത്യമായ പ്രതിപാദിച്ച് മോക്ഷിത ടീച്ചറെ വളരെയധികം അനുഗ്രഹിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതിൽ പ്രത്യേകം നമ്മളുടെ ഉദയനോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഉദയനാണ് ഇതിൻ്റെ സംഘാടകരുടെ ആദ്യമായിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. വളരെ കൊല്ലമായി, അതായത് ഇതിപ്പോൾ 6ാമത്തെ കൊല്ലമാണ്. ഈ 6ാമത്തെ കൊല്ലമായിട്ടും തുടർച്ചയായി 7 ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പരമ്പര, ഈ പ്രാവശ്യം 10 ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരമ്പര വെച്ച് നമ്മളുടെ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളെയും കൂട്ടി അത് ഒരു ഭക്തിസാന്ദ്രമാക്കി വളരെ നല്ലൊരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ച് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. താങ്ക് യു. Moksha, Journey to the Self.